വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 26ഉം 28ഉം 2 വചനങ്ങളിലൂടെ 2 രാജ്യത്തെക്കുറിച്ച് ഈശോ മിശിഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. ഈശോ മിശിഹ പഠിപ്പിച്ച 2 രാജ്യത്തിൽ നാം ഓരോരുത്തരും ആണോ അല്ലയോ എന്ന് പരിശോധിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഒരു ദിവസമാണിന്ന്. ഈശോ 2 രാജ്യത്തെക്കുറിച്ച് പറയുന്നു. ഒന്ന് സാത്താൻ്റെ രാജ്യം, 2 ദൈവത്തിൻ്റെ രാജ്യം. നാം എല്ലാവരും ഇതിലേതെങ്കിലും ഒരു രാജ്യത്താണ്. ഒന്നുകിൽ ദൈവരാജ്യത്തിൽ, അല്ലെങ്കിൽ സാത്താൻ്റെ രാജ്യത്തിൽ. ഒരു രാജ്യത്തിൽ 2 വിധത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ആ രാജ്യത്തിലെ പ്രജകൾ, 2 ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന പോരാളികൾ. ഇതുപോലെ ദൈവം 2 ഭവനത്തെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭവനവും സാത്താൻ്റെ ഭവനവും. ദൈവഭവനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളും ദൈവം നമുക്ക് പിതാവുമാണ്. ഇതാണ് ദൈവഭവനത്തിലെ ബന്ധം. ആ ഭവനത്തിൽ അപ്പൻ പിതാവും സ്വർഗത്തിലെ പിതാവും നമ്മൾ മക്കളുമാണ്. ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് രാജാവും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പടയാളികളുമായി മാറേണ്ടിയിരിക്കുന്നു. അപ്പം ദൈവരാജ്യം ഓരോ ദിവസവും വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പം നാം എല്ലാവരും ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ദൈവഭവനത്തിൻ്റെ പുറത്താണ് നമ്മൾ താമസിക്കുക. 119-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 19-ാം തിരുവചനത്തിൽ ദാവീദ് എഴുതി വെച്ചത്, നമുക്ക് ഇവിടെ സ്വന്തമായ ഒരു ഭവനം ഇല്ല എന്ന യാഥാർത്ഥ്യമാണ്. കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 16ഉം 5-ാം അധ്യായം 1-ാം തിരുവചനവും അപ്പസ്തലനായ വിശുദ്ധ പൗലോസും ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന വസതി ഇല്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ ഞാൻ പോവുകയാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പം ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എങ്ങോട്ടാണ് പോവുക? ഭവനത്തിലേക്ക്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും സകല മാലാഖമാരും വസിക്കുന്ന ആ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഒരു നാൾ പുത്രൻ വരും. ദൈവരാജ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പോരാളികളാണ്, പടയാളികളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗ്രഹിച്ചു. സ്വർഗമാകുന്ന ഭവനത്തിൽ നിന്ന് സ്വർഗം ഉപേക്ഷിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ് ഈശോ. ഈ ഭൂമിയിൽ നമുക്ക് ഭവനമില്ല. ഇതൊരു രാജ്യമാണ്. ഏതു രാജ്യം? യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, സാത്താൻ ഭരിക്കുന്ന ഒരു രാജ്യം. അതാണ് ഭൂമി. ഈ ഭൂമി മുഴുവനും ദുഷ്ടൻ്റെ കരവലയത്തിലാണ്. ഇതാണ് ആ വചനം എഴുതിയിരിക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ ദൈവസാന്നിധ്യത്തിൽ ചെന്ന സാത്താനോട് കർത്താവ് ചോദിച്ചു, നീ എന്തെടുക്കുകയാണ്? അവൻ പറഞ്ഞു, ഞാൻ ഭൂമി മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ട് വരികയാണ്. ഭൂമി മുഴുവനും അവൻ്റെ ആധിപത്യത്തിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ
മരുഭൂമിയിൽ വെച്ച് ഈശോ മിശിഹായോട് പിശാച് പറയുന്നത്, ഈ ഭൂമിയിലുള്ള സകലതും ഈശോയെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, എന്നെ ഒന്ന് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം. ഈശോ അത് നിൻ്റേതല്ലെന്ന് പറഞ്ഞില്ല, അത് അവൻ്റെതാണ്. എങ്ങനെയാണ് അവൻ്റെതായത്? ഈ ഭൂമി മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കി, മനുഷ്യന് വസിക്കുവാൻ അനുകൂലമായൊരു കാലാവസ്ഥ ഇവിടെ സംജാതമാക്കി, ആദിമാതാപിതാക്കന്മാരെ സൃഷ്ടിച്ച് അതിൽ പാർപ്പിച്ച് ഈ ഭൂമി മുഴുവനും നിങ്ങൾ കൈവശപ്പെടുത്തി സൂക്ഷിക്കുവാൻ അവരെ നിയോഗിക്കുമ്പം സാത്താൻ ഒരു കെണി വെച്ച് രണ്ടിനെയും വീഴ്ചു. ആ കെണിയിൽ പെട്ടുപോയി കഴിഞ്ഞപ്പോൾ, ആദത്തെ ഹവ്വായെയും തൻ്റെ സ്വന്തമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ, അവർക്ക് വേണ്ടി കൊടുക്കപ്പെട്ട ഭൂമി ഇന്ന് സാത്താൻ്റെ കൈവശമായി. സാത്താൻ്റെ കൈവശത്തിലിരിക്കുന്നതിനെയെല്ലാം തിരിച്ചു പിടിച്ച് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സംജാതമാക്കുക എന്നതാണ് ദൈവപുത്രൻ്റെ വരവിൻ്റെ ഉദ്ദേശം. 3 കാര്യങ്ങളാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് ചെയ്തത്. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ്, ദൈവപുത്രൻ ഇവിടെ വന്ന് മനുഷ്യൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചു. അതൊന്നാമത്തെ കാര്യമാണ്. മനുഷ്യനും മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുക. 2, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യർക്ക് വിമോചനം കൊടുക്കുക. 3, മനുഷ്യനും പിശാചും ചേർന്നൊരുക്കിയ സകല നിയമവ്യവസ്ഥകളിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രനാക്കുക. ഈ 3 കാര്യങ്ങളാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ചെയ്തത്. ആ ദൈവപുത്രനായ യേശുക്രിസ്തു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ആ പ്രവൃത്തിയുടെ തുടർച്ചയായി ഈ 3 കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം എന്നെയും നിങ്ങളെയും നിയോഗിച്ചിരിക്കുകയാണ്. അവൻ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് മനുഷ്യൻ്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രനാക്കുക, സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രനാക്കുക, നിയമത്തിൻ്റെ കുരുക്കിൽ നിന്നും മനുഷ്യന് വിടുതലുണ്ടാക്കി കൊടുക്കുക. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കുക. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ വിശുദ്ധ അപ്പസ്തോലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മനുഷ്യൻ്റെ അടിമകളായി തീരരുത്. നിങ്ങൾ മനുഷ്യൻ്റെ അടിമകളായി തീരരുത്. എങ്ങനെയാണ് അടിമത്തമുണ്ടാകുന്നതെന്ന് അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-16 തിരുവചനത്തിൽ, നിങ്ങൾ അനുസരണമുള്ള മക്കളെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ആരെ അനുസരിക്കുന്നുവോ അവൻ്റെ അടിമയാണ് ഞാൻ. ദൈവത്തെ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ അടിമ, പിശാചിനെ അനുസരിച്ചാൽ പിശാചിൻ്റെ അടിമ, മനുഷ്യനെ അനുസരിച്ചാൽ മനുഷ്യൻ്റെ അടിമ. കർത്താവ് പറയാം, നീ മനുഷ്യൻ്റെയോ സാത്താൻ്റെയോ അടിമയാവരുത്. അതുകൊണ്ട് നീ അനുസരിക്കേണ്ട ഏകയാൾ ദൈവപുത്രനായ യേശുവിനെ മാത്രമേ നീ അനുസരിക്കാവൂ. അങ്ങനെ ദൈവപുത്രൻ്റെ അടിമ ദൈവപുത്രനാൽ സ്വതന്ത്രമാക്കപ്പെട്ടവനാണ്, അവൻ അടിമയല്ല. ബാക്കി 2 പേരും നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ മനുഷ്യൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഞെരുങ്ങുന്ന ഒരു മനുഷ്യവർഗത്തെ ഈ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കേണ്ട ഉത്തരവാദിത്വവുമായിട്ടാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് പുത്രനായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള യെശയ്യാ പ്രവാചകൻ്റെ വിശുദ്ധ ഗ്രന്ഥഭാഗമെടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും
അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ ഞാനിതാ കടന്നു വന്നിരിക്കുന്നു. ദൈവപുത്രൻ്റെ വരവിൻ്റെ ഉദ്ദേശം സമ്പൂർണമായ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകുക എന്നതാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ ഈശോ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക്. പഴയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്, ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ, നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കേണ്ടതിന് നിങ്ങളെ ഞാൻ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ തോളിലെ നുകം ഞാൻ ഒടിച്ചു കളയുകയും ചെയ്തു. ഇതാണ് തിരുവചനത്തിലെ വാക്ക്. അടിമകളാകാതിരിക്കേണ്ടതിന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 6-ാം തിരുവചനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, സിംഹവും സിംഹിയും പറക്കുന്ന സർപ്പവും അണലിയും വസിക്കുന്ന ഈജിപ്തിൽ നിങ്ങൾ അടിമകളായി നിങ്ങൾക്ക് 10 പൈസയ്ക്ക് ഉപകാരമില്ലാത്തൊരു ജനതയ്ക്ക് നീ അടിമപ്പണി ചെയ്യാതിരിക്കാൻ നിങ്ങളെ ഞാൻ വിമോചിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, റാഹാബിനെ വെട്ടിനുറുക്കി സമുദ്രവ്യാളത്തെ കുത്തിപ്പിളർന്ന് അവയുടെ അടിമത്തത്തിൽ കഴിയുന്ന സകല മനുഷ്യരെയും ഞാൻ വിമോചിപ്പിച്ച് സ്വർഗീയ സഹിയോനിലേക്ക് ഗാനാലാപത്തോടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഒരടിമത്തം അവസാനിപ്പിക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അടിമത്തത്തെക്കുറിച്ച് നമ്മൾ അറിയണം. എന്താണ് നമുക്കുണ്ടായിരിക്കുന്ന അടിമത്തം? പല മനുഷ്യരെയും ഭയന്നാണ് ഇവിടെ നമ്മൾ ജീവിക്കുക. ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുക. ജീവനുള്ള സകലതിനും ഉണ്ടായിരിക്കുന്ന ഒരു മനോഭാവമാണ് ഭയം. ജീവനുള്ള സകലതിനും. അതുകൊണ്ട് ദൈവപുത്രനായ യേശു ക്രിസ്തു ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വചനം പഠിപ്പിക്കുകയാണ്, മരണഭയത്തിൽ കഴിയുന്ന സകലരെയും ആ ഭയത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ദൈവപുത്രൻ്റെ ആഗമനം? ഒരു ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനാണ്. പറുദീസയിലെ ഉൽപ്പത്തി പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങൾ കൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ അവസാനം കാണുകയാണ്. പിന്നീട് ഒരു വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് എവിടെയാ? വെളിപാടിൻ്റെ പുസ്തകം അവസാനത്തെ 2 അധ്യായങ്ങളാണ്. അതിനിടയ്ക്ക് മുഴുവനും സാത്താൻ്റെ ഭരണമാണ് നടക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സാത്താൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അത് ചെന്ന് അവസാനിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിലാണ്. അതിനിടയ്ക്ക് മുഴുവൻ ഒരു സാത്താൻ്റെ സാമ്രാജ്യമാണ് നമ്മൾ കാണുക. ഈ സാമ്രാജ്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ തകർത്തെറിയുവാനാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം ഒരു ബന്ധത്തിലാണ് മനുഷ്യനെ ആക്കി വെച്ചത്. ഈ ഭൂമിയിലുള്ള സകലതും ദൈവം സൃഷ്ടിച്ചത് ഒരു ബന്ധത്തിലാണ്, ജീവൻ നിലനിൽക്കുവാൻ. ദൈവമായ കർത്താവ് ഈ ഭൂമിയിലെ ജലാശയങ്ങളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ജലാശയങ്ങൾ നിറഞ്ഞ മത്സ്യങ്ങളും സമുദ്രജീവികളും ഉണ്ടാവട്ടെ. അങ്ങനെ ജലാശയങ്ങൾ നിറഞ്ഞു ജീവികളുണ്ടായി. ദൈവമായ കർത്താവ് കരഭൂമിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കര മുഴുവനും ഹരിത സസ്യങ്ങൾ പുറപ്പെടുവിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. വായുവിലേക്ക് ദൈവം നോക്കിയിട്ട് പറഞ്ഞു, പക്ഷികൾ ഇവിടെ ഈ വായുവിൽ പറന്നു നടക്കട്ടെ. അതങ്ങനെ സംഭവിച്ചു. ഇനി നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഈ ജലമങ്ങ് ഒഴിവാക്കിയാൽ മത്സ്യത്തിൻ്റെ ജീവൻ പോവും. മണ്ണങ്ങ് ഒഴിവാക്കിയാൽ മരം മുഴുവൻ നശിച്ചു പോകും. വായു അങ്ങോട്ട് ഒഴിവാക്കിയാൽ പിന്നെ പക്ഷിക്ക് പറക്കാനാവില്ല. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒന്നിനോടൊരു ബന്ധം പുലർത്തിയാണ് ജീവനിൽ നിലനിൽക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു വെച്ചതെങ്കിൽ, മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരത്ത് ദൈവം എങ്ങോട്ടും നോക്കിയില്ല. മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരത്ത് ദൈവം തന്നിലേക്ക് തന്നെ നോക്കി. പിതാവും പുത്രനും പരിശുദ്ധ-റൂഹായുമായ ത്രിയേക ദൈവം തന്നിലേക്ക് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ്
ആദ്യ മനുഷ്യനെ ദൈവം ഈ 3 പേരുടെ ഉള്ളറിൽ സൂക്ഷിച്ച് അവിടെ സൃഷ്ടിച്ചു. അതാണ് നിന്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 19-20 തിരുവചനത്തിൽ അപ്പസ്തോലൻ പഠിപ്പിച്ചത്. നീ സൃഷ്ടിക്കപ്പെട്ടത് അവിടാ. അതുകൊണ്ട് ഇവിടെ നിനക്ക് പൗരത്വമില്ല. ജനിച്ചിടത്താണ് പൗരത്വം, അവിടെയാണ് ജനിച്ചത്. അങ്ങനെ സ്വർഗത്തിൽ ജനിച്ച ആ മനുഷ്യനെ ദൈവമായ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മണ്ണ് കുഴച്ചൊരു രൂപമുണ്ടാക്കി ആ രൂപത്തിൻ്റെ ആ പ്രതിമയ്ക്കകത്തേക്ക് മുകളിൽ സൃഷ്ടിച്ചവനെ ഊതിക്കയറ്റി. അതാണ് ഉൽപ്പത്തി 2:7 നമ്മൾ കാണുക. അങ്ങനെ അവൻ ജീവനുള്ളവനായി തീർന്നു. ജീവനുള്ളവനെ മുകളിൽ സൃഷ്ടിച്ചിട്ട് ആത്മാവായ ദൈവം ആത്മാവുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ ഈ പ്രതിമയ്ക്കകത്തേക്ക് ഊതിക്കയറ്റിയപ്പോൾ ജീവനുള്ളവനായി മാറി. ദൈവം ഓരോ ദിവസത്തെയും സൃഷ്ടി കഴിഞ്ഞിട്ട് 6 ദിവസവും സൃഷ്ടി കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാം നല്ലതായി. പക്ഷേ ഒന്ന് മാത്രം നല്ലതല്ലാത്തതായി കണ്ടതായി ഉൽപ്പത്തി 2:18 നമ്മൾ കാണുന്നു. അത് പുരുഷൻ്റെ ഏകാന്തതയാണ്. അവൻ ഏകനായിരിക്കുന്നു നല്ലതല്ലെന്ന് ദൈവം കണ്ടെത്തിയ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഒരു കൂട്ടായ്മയിൽ വസിക്കുന്ന ത്രിയേക ദൈവം ഈ മനുഷ്യൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉറക്കിയിട്ട് അവനിൽ നിന്നും ഒരു സ്ത്രീയെ പുറത്തെടുത്ത് 2 പേരെയും കൂടെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോ. ആ കൂട്ടായ്മയ്ക്കാണ് സാത്താൻ തുരങ്കം വെച്ചത്. ആ കൂട്ടായ്മയാണ് സാത്താൻ തകർത്തെറിഞ്ഞത്. ആദവും ഹവ്വയും തമ്മിലുള്ള ബന്ധം അകന്നു. ആദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം മുഴുവൻ ആദത്തിന് എതിരായി തീർന്നു. എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോയതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. ബന്ധങ്ങൾ മുഴുവൻ മുറിഞ്ഞുപോയി. ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ. എങ്ങനെയാണ് ഈശോ ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്? എങ്ങനെയാണ് ഈശോ അത് ചെയ്തത്? നാം എങ്ങനെയാണത് ചെയ്യേണ്ടത്? ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രമേ ജീവൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. മത്സ്യത്തിൻ്റെ ജീവൻ വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ, മരത്തിൻ്റെ ജീവൻ മണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ, പക്ഷിയുടെ ചലനം വായുവുമായി ബന്ധപ്പെട്ട് പോകുന്നത് പോലെ മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടും. അവൻ്റെ ജീവൻ ഇല്ലായ്മ ചെയ്യപ്പെടും. ഒരു മത്സ്യം വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയാൽ കുറച്ചു നേരം അത് ജീവിക്കും, ഇത്തിരി കഴിഞ്ഞ് പിടഞ്ഞ് ചാകും. മനുഷ്യനൊരു 100 കൊല്ലം ജീവിക്കും വേണമെങ്കിൽ, അത് കഴിയുമ്പം പിടഞ്ഞു പോവും, തീർന്നു പോവും. അത്രയേ ഉള്ളവനായുസ്. ഈ ബന്ധം പോയാൽ, അതുകൊണ്ട് ദൈവം ഒരു ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. നിത്യകാലം ജീവിക്കേണ്ടതിന്, 100 കൊല്ലം ജീവിക്കേണ്ടതിനല്ല, ഒരിക്കലും അസ്തമിക്കാത്തൊരു വർഷം ജീവിക്കേണ്ടതിന് ദൈവമായ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനാ. ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാനുള്ള വഴി എന്താണ്? അതുകൊണ്ട് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് തൻ്റെ ജനത്തിന്, ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സകലർക്കും രക്ഷകനായി കടന്നു വന്ന ദൈവപുത്രൻ ഒറ്റ കൽപ്പന നൽകി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുവചനം എഴുതി വച്ചിരിക്കുക. മക്കളെ, നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയേണ്ടതിന് നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കട്ടെ. ഒറ്റ കൽപ്പന നൽകിയുള്ളൂ. പരസ്പരമുള്ള ഒരു ബന്ധം, ഒരു സ്നേഹമുണ്ടാവണം. എന്താണതിൻ്റെ മാനദണ്ഡം? പിതാവ് പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നു, പുത്രൻ എങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് എങ്ങനെ പിതാവിനെയും പുത്രനെയും സ്നേഹിക്കുന്നു. ഈ പരസ്പരമുള്ള സ്നേഹവും ഐക്യവും മുൻപിൽ കണ്ടിട്ട് അതുപോലുള്ളൊരു സ്നേഹം ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന്, പുരുഷനും ഭാര്യയും മക്കളും തമ്മിലുള്ള ഈ ഒരു സ്നേഹബന്ധം തുടരണമെന്ന് ദൈവപുത്രനായ യേശുക്രിസ്തു ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങൾ എഴുതിയിട്ട് അവസാനം പോയി എഴുതുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വചനം എഴുതി വച്ചിരിക്കുന്നത് എന്താ? ഈ ഭൂമി മുഴുവനും ശാപഗ്രസ്തമായി തീരാതിരിക്കേണ്ടതിന്, ഭൂമി മുഴുവനും ശപിക്കപ്പെട്ട് തകർക്കപ്പെടാതിരിക്കേണ്ടതിന്, പിതാവിൻ്റെ ഹൃദയത്തെ മക്കളിലേക്കും
മക്കളുടെ ഹൃദയത്തെ പിതാവിലേക്കും തിരിച്ചുവിട്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ജീവനുണ്ടായി തലമുറകൾ വളരൂ. ഇങ്ങനെയാണ് പഴയ നിയമം പോയി അവസാനിക്കുക. ഒരു ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രം. ആ ബന്ധം പുനഃസ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഈശോ മിശിഹ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ 5 വഴികളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അയൽവക്കത്തെ മനുഷ്യൻ മദ്യപിച്ച് ഓരോ വൈകുന്നേരങ്ങളിലും വന്ന് ബഹളമുണ്ടാക്കുമ്പോൾ നിന്റെ ജീവിതം സ്വസ്ഥതയും സന്തോഷവും സമാധാനവും കെട്ടപ്പെട്ട ഒരു ജീവിതമായിട്ട് തീരും. എല്ലാ ദിവസവും ആ മനുഷ്യൻ വീട്ടുപടിക്കൽ വന്ന് പൂരാത്തെറിയ. ഇത് അവസാനിപ്പിക്കാൻ 5 വഴികൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ മാർഗമാണ് നീ താമസിക്കുന്ന വീട് വിറ്റ് പോവുക. അതൊരു വഴിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നു, ഒരു പട്ടണത്തിൽ അവർ നിന്നെ പീഡിപ്പിക്കുമ്പോൾ നീ മറ്റൊന്നിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. ഇത് നമ്മൾ പത്രങ്ങളിൽ സാധാരണ കാണുന്നതാണ്. മതമർദ്ദനങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഇറങ്ങി ഓടും. ഒരു പട്ടണത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടുക ഒരു വഴിയാണ്. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഒരു സുരക്ഷിത വലയമുണ്ടാക്കി ആ സുരക്ഷിത വലയത്തിനുള്ളിൽ മറ്റാക്രമണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. കരിസ്മാറ്റിക് പ്രാർത്ഥനാ രീതിയിൽ 91-ാം സങ്കീർത്തനം നമ്മളൊക്കെ എല്ലാ ദിവസവും ചൊല്ലും. ഒരു സുരക്ഷിതത്വം കിട്ടാൻ, ഒരു സംരക്ഷണം കിട്ടാൻ. കാരണം പാപം നിറഞ്ഞ ലോകത്തിലാണ് താമസിക്കുന്നത്. ആ പാപം നമ്മളിലേക്ക് പുരളാതിരിക്കാൻ, തിന്മ നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പം തിന്മ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ ഒരു സംരക്ഷണ ഭിത്തിയായി നമ്മൾ വചനം ചൊല്ലി പ്രാർത്ഥിക്കും. അതൊരു വഴിയാണ്. പക്ഷേ അപ്പോൾ നമ്മളൊരു കൊച്ചു ഗ്രാമം കൊണ്ട്, കൊച്ചു ജീവിതം കൊണ്ട് ഒതുങ്ങേണ്ടി വരും. ഒരു കോട്ടയുടെ ഉള്ളിൽ മാത്രം വസിക്കേണ്ടി വരും. അത് രണ്ടാമത്തെ ഒരു വഴിയാണ്. മൂന്നാമതൊരു വഴിയുണ്ട്. ശത്രുവിൻ്റെ ശക്തിയേക്കാൾ ഉപരിയായ ഒരു ശക്തി കൊടുത്ത് ചെറുത്തു നിൽക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം പഠിപ്പിക്കുന്നു, ശത്രുവിനെ നീ ചെറുത്തു നിൽക്കുക, അവൻ നിന്നെ ഓടിയകലും. അവനവൻ്റെ സാധാരണ ഓളിയത്തിൽ ചീത്ത പറയുമ്പം ഇവിടെ ഒരു 5000-ൻ്റെ ആംപ്ലിഫയർ വെച്ച് ഒരു ക്രിസ്തീയ ഭക്തിഗാനം അങ്ങ് ഇട്ടേക്കുവാണെങ്കിൽ അവൻ്റെ സ്വരം പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരികയില്ല. അവൻ പറയാഞ്ഞിട്ടല്ല, അതിനേക്കാൾ വലിയൊരു ശബ്ദം കേൾക്കുമ്പം ഇതങ്ങ് അസ്തമിച്ചു പോവും. അതൊരു വഴിയാണ്. നാലാമതൊരു മാർഗമുണ്ട്. നല്ലൊരു തോക്കെടുക്കുക, ചെല്ലുക, ചങ്കിന് നേരെ കുത്തിപ്പിടിച്ച് വെടിവെക്കുക, തീർത്ത് കളയുക. അതൊരു വഴിയാണ്. ഈ 4 മാർഗങ്ങളൊന്നും ഒരു ക്രിസ്തീയമായ മാർഗമാണെന്നും ഈശോ പഠിപ്പിച്ച വഴിയാണ് നമ്മൾ കരുതരുത്. ഈശോ പഠിപ്പിച്ച വഴി നിന്റെ ശത്രുവിനെ നീ മിത്രമാക്കുക എന്നതാ. അതാണ് ക്രിസ്തീയമായിട്ടുള്ളൊരു ചിന്താഗതിയും ക്രിസ്തുവിൻ്റെ ഒരു പഠനവും. നിന്റെ ശത്രുവിനെ നീ മിത്രമാക്കുക. അതിനു മുമ്പ് നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ അറിയണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം പറയുകയാണ്, ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഈശോ പിതാവ് സ്നേഹിച്ചത് ഈ ഭൂമിയിലുള്ള കല്ലും പണ്ണും പാറയും മരവുമൊന്നുമല്ല. ലോകത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യരെ സ്നേഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കും. അതിൻ്റെ അർത്ഥം കല്ലും മണ്ണും നമ്മളെ വെറുക്കുമെന്നല്ല, മനുഷ്യർ നമ്മളെ വെറുക്കും. ലോകമെന്ന് പറഞ്ഞാൽ മനുഷ്യരാ. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തെ കീഴ്പ്പെടുത്തണം. ഈശോ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 16:33, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വചനം പറയുകയാണ്, എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളും ലോകത്തെ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ശത്രുതയിൽ കഴിഞ്ഞിരിക്കുന്ന മനുഷ്യരെ
നിന്റെ പക്ഷത്ത് ചേർത്ത് വെച്ച് മിത്രങ്ങളായി കൈകോർത്ത് പിടിച്ച് സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിൻ്റെ പക്കലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമാക്കണമെന്നാണ് ദൈവപുത്രനായ ഈശോ നമ്മളെ പഠിപ്പിച്ചത്. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 6-ാം തിരുവചനത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 36-ാം തിരുവചനത്തിലും കർത്താവ് പറയുകയാണ്, നിന്റെ കുടുംബത്തിലെ അംഗമാണ് നിനക്ക് ശത്രുക്കൾ. നിന്റെ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പെരയ്ക്കകത്ത് താമസിക്കുന്നവർ എന്ന് മാത്രമല്ല, ഓരോ ദിവസവും നമ്മൾ ഇടപെടുന്ന മനുഷ്യർ. നമ്മൾ പലരോട് ഇടപെടുന്നുണ്ട്. വീടിനുള്ളിൽ മാത്രമല്ല ഇരിക്കുക. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ, അധ്യാപിക എത്ര കുട്ടികളോടാണ് ഇടപെടുന്നത്? ഇതര സ്റ്റാഫ് അംഗങ്ങളോട് ഇടപെടുന്നുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലെ കണ്ടക്ടറോടും ഡ്രൈവറോടും മറ്റ് യാത്രക്കാർ ഇടപെടുന്നുണ്ട്. തെരുവിലൂടെ നടക്കുമ്പോൾ പലരെയും കണ്ടുമുട്ടുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇടപെട്ടു പോകുന്ന മനുഷ്യർ വഴിയാണ് ശത്രുതയുണ്ടാകുന്നത്. ഈ ശത്രുത അവസാനിപ്പിക്കാൻ ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെയാണ്. ഈ ശത്രുത അവസാനിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന ഒരാൾക്ക് മാത്രമാണ്, ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ശത്രുത അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. എഫെസൂസ് ലേഖനം 2-ാം അധ്യായത്തിൽ 14 മുതലുള്ള വചനത്തിൽ അപ്പസ്തോലൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനാണ് നിങ്ങൾക്ക് സമാധാനം. ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഞാൻ ഒന്നിപ്പിക്കുകയും ചെയ്യും. ശത്രുത അവസാനിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഏറ്റവും വ്യക്തമായൊരു ചിത്രമാണ് ശത്രുതയിൽ കഴിഞ്ഞിരുന്ന 2 രാജാക്കന്മാരെക്കുറിച്ച് സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിൽ 6 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നു, ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹെറോദേസും പീലാത്തോസും 2 രാജാക്കന്മാരാണ്, പരസ്പരം ശത്രുതയാണ്. എങ്ങനെയാണിത് അവസാനിച്ചത്? ഈശോ മിശിഹായെ ജനം ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിൻ്റെ അരമനയിൽ പ്രവേശിപ്പിച്ചു. പീലാത്തോസ് ഈശോ മിശിഹായെ ചോദ്യം ചെയ്തിട്ട് കുറ്റങ്ങളൊന്നും കാണാതെ വന്നപ്പോൾ, ഈശോ ഹെറോദേസിൻ്റെ അധികാരശ്രേണിയിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് ഈശോയെ ഹെറോദേസിൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഹെറോദേസിൻ്റെ വീട്ടിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഈശോ ഹെറോദേസിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുത്തില്ലെങ്കിലും ഹെറോദേസ് ഈശോയെ പീലാത്തോസിൻ്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ വഴിയായ ഈശോ ഈ 2 പേരുടെയും ഭവനങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പീലാത്തോസിൻ്റെ വീട്ടിൽ നിന്ന് ഹെറോദേസിൻ്റെ വീട്ടിലേക്കും ഹെറോദേസിൻ്റെ വീട്ടിൽ നിന്ന് പീലാത്തോസിൻ്റെ വീട്ടിലേക്കും ഈശോ മുൻപേ പോയി നടന്നപ്പോൾ, ഈശോ 2 ഭവനത്തിലും പ്രവേശിക്കപ്പെട്ടപ്പോൾ ആ 2 രാജാക്കന്മാരുടെ ശത്രുത അവസാനിക്കുകയും അവർ മിത്രങ്ങളായി മാറുകയും ചെയ്തു. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദയനീയമായൊരു സ്ഥിതി, ഈശോ മിശിഹായെ ഒഴിവാക്കിക്കൊണ്ട് മിത്രങ്ങളാകാനുള്ള പരിശ്രമമാണ്. അത് ശുദ്ധ പരാജയവുമായി തീരും. ഈശോ മിശിഹായെ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള എല്ലാവിധ സംരംഭങ്ങളും ഒരിക്കലും യോജിക്കാത്ത റെയിൽ പാളം പോലെ പാരലായിട്ട് പോകുമല്ലാതെ ഒരിക്കലും യോജിക്കില്ലത് കർത്താവിനെ ഒഴിവാക്കിയാൽ. അതുകൊണ്ട് പരിശുദ്ധ സഭ ഈശോ മിശിഹായുടെ പ്രതീകമായ ഒരു കുരിശ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണിത് വെച്ചിരിക്കുന്നത്? ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് ഈശോ മിശിഹായെ വയ്ക്കാതെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ശുശ്രൂഷ ഒരിക്കലും ഐക്യത്തിൽ അവസാനിക്കേല, ഒരു കാലത്തും.
അതിനാണ് ഈ കുരിശ് ഇവിടെ വയ്ക്കുന്നത്. കർത്താവിൻ്റെ മുഴുവൻ പ്രവർത്തന രീതിയും അതാ. 5 അപ്പവും 2 മത്സ്യവും ഒരു ബാലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് ജനത്തിന് വിതരണം ചെയ്യുന്നതിന് മുൻപ് ആ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിൽ ചേർക്കപ്പെടുകയും കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങുകയും ചെയ്തതിന് ശേഷമാണ് ഈ അപ്പവും മീനും ജനത്തിൻ്റെ ഇടയിൽ വിതരണം ചെയ്യപ്പെട്ടത്. ബാലൻ്റെ കയ്യിൽ നിന്ന് കർത്താവിൻ്റെ കയ്യിൽ എത്താതെ അത് ജനത്തിന് പോയില്ല. തന്മൂലം എന്ത് സംഭവിച്ചു? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം തിരുവചനം പഠിപ്പിക്കുന്നത്, അപ്പോൾ ജനം ഭക്ഷിച്ച് തൃപ്തരായി എന്ന. ജനം ഭക്ഷിച്ച് തൃപ്തരായത് എപ്പോഴാ? ഈശോ ആശീർവദിച്ചപ്പം. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 4-ാം അധ്യായത്തിൽ കർത്താവിൽ വിശ്വസിച്ച അപ്പസ്തോലന്മാർ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പം ജനം തങ്ങളുടെ വസ്തുവകൾ വിറ്റ് ഈ അപ്പസ്തോലന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവരെന്ത് ചെയ്തു? ഈ വസ്തുവകകൾ ആശീർവദിച്ചതിന് ശേഷം ജനത്തിന് വിതരണം ചെയ്തു. ആ സമൂഹത്തെക്കുറിച്ച് ആ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക്, കർത്താവിൽ വിശ്വസിച്ചവർക്ക് ഒരാത്മാവും ഒരു ഹൃദയവും ഒരു മനസ്സുമായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ഈശോയുടെ ആശീർവാദമില്ലാത്തതൊന്നും അവരുടെ കൈവശമുണ്ടായിരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലൊരു ആശീർവാദം നമുക്കുണ്ടാവണം. ഈശോ മിശിഹായെ മുൻപേ വിടുന്ന ഒരു സ്വഭാവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1-2 വചനം പറയുകയാണ്, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. അപ്പോൾ നിന്റെ യാത്ര സുഗമമാകും. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ മാലാഖ ഇറങ്ങി വന്ന് തകർത്ത് കഴിഞ്ഞിട്ട് മാലാഖ മുൻപേ പോയിട്ട് പത്രോസിനോട് പറഞ്ഞു, എൻ്റെ പിറകെ വരിക. മുമ്പേ പോയത് പത്രോസല്ല, മുമ്പേ പോയത് ദൂതനാ. ദൈവം തൻ്റെ ദൂതനെ മുൻപേ അയച്ചു. എല്ലാ പ്രതിബന്ധങ്ങളും നീക്കം ചെയ്യപ്പെട്ടു. പിറകെ പത്രോസ് പോയി. മുൻപേ കർത്താവിനെ പറഞ്ഞു വിടാതെ ഈശോ മിശിഹായെ ഒഴിവാക്കിക്കൊണ്ട് ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടാൽ അത് പരാജയത്തിൽ മാത്രം കലാശിക്കും. അതുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈശോയാണ് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇറങ്ങി വന്നവൻ. കൊളോസ്യസ് ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അവൻ സ്വർഗവും ഭൂമിയും തമ്മിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധം തൻ്റെ കുരിശുമരണത്തിലൂടെ പൂർണ്ണമായും കൂട്ടിയോജിപ്പിച്ചു. ധനികൻ മരിച്ച് അടക്കപ്പെട്ടു, അവൻ നരകത്തിലേക്ക് പോയി എന്നാണ് സുവിശേഷത്തിലെ വചനം. അങ്ങനെ താഴെ പാതാളത്തിൽ കിടക്കുന്ന ധനികനും അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറും രണ്ടുപേരും തമ്മിൽ പരസ്പരം പോകാൻ പറ്റാത്ത വിധം ഒരു ഗർത്തം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൻ്റെ വചനം. ഈ ഗർത്തമുള്ളിടത്തോളം കാലം ഒരു കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്നാൽ പുത്രനായ യേശു ക്രിസ്തു എന്തു ചെയ്തു? സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം, സ്വർഗവും ഭൂമിയും തമ്മിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഗർത്തം, സ്വർഗത്തിലെ പുത്രൻ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവനൊരു വഴിയായി മാറിയപ്പോൾ ഭൂമിയിലുള്ളവർക്ക് ആ വഴിയിലൂടെ സ്വർഗത്തിലെത്താനൊരു വഴിയുണ്ടായി. മരിച്ചതിന് ശേഷം ദൈവപുത്രനായ യേശു ക്രിസ്തു ആത്മാവോടുകൂടെ പാതാളങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് ഓരോ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലുമ്പം പാതാളത്തിൻ്റെ നിരവധിയായ തട്ടുകളിലേക്ക് ഈശോ മിശിഹ ഇറങ്ങിച്ചെന്നപ്പോൾ
പാതാളത്തിലുള്ളവർക്ക് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും കയറാൻ ഈശോയാകുന്ന ഒരു വഴി അവിടെ തുറക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ പ്രത്യാശ. അതിനു മുമ്പ് അതായിരുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18 മുതലുള്ള വചനം നമ്മൾ കാണുന്നുണ്ട്. മരിച്ച് പാതാളത്തിൽ പോയവർക്ക് ഇനി പ്രത്യാശയ്ക്കൊരു വകയില്ലെന്ന്. എന്നാൽ ദൈവപുത്രൻ പാതാളങ്ങളിൽ ഇറങ്ങിച്ചെന്നപ്പോൾ പാതാളങ്ങളിൽ കിടക്കുന്നവർക്ക് ഉന്നതമായ സ്വർഗത്തിലേക്ക് പോകാനൊരു വഴി തുറക്കപ്പെട്ടുവെന്ന് തമ്പുരാന്റെ ഹൃദയമറിഞ്ഞവനായ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് എഫേസുസ് ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി ബന്ധനസ്ഥരായവരെ മുഴുവനും മോചിപ്പിച്ച് തന്നോടുകൂടെ ഉന്നതമായ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഒരു രക്ഷയുടെ വഴി തുറക്കുകയാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. അതുവഴി മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ചെന്നു ചേരുന്ന മരണത്തിൻ്റെ പുഴയുടെ അക്കരയ്ക്ക് കടക്കാൻ ഒരുത്തനും സാധ്യമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ജീവൻ പ്രാപിച്ച ഉയർത്തുവന്ന യേശുക്രിസ്തു മരണമെന്ന തിന്മയെ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ ജീവൻ വെട്ടിത്തുറന്നു തന്നു. നിങ്ങളുടെ ജീവിതം മരണം കൊണ്ട് ഇവിടെ അസ്തമിക്കുകയില്ല എന്ന്, നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടവരാണെന്ന്. ചിത്രശലഭം പോയി മുട്ടയിട്ട്, ഇലകൾ മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് പുഴുവായി കഴിയുമ്പോൾ ആ പുഴു ഇഴഞ്ഞു നടന്ന് ഇല തിന്ന് ജീവിക്കുമ്പം അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും, അത് കുറേ കഴിയുമ്പോൾ ഈ ഇഴഞ്ഞു നടക്കൽ നിർത്തി, ഇലതീറ്റ നിർത്തി, അത് ചുരുണ്ട് ഒരു കൂടാരത്തിലിരുന്ന് കുറേ ദിവസം കഴിഞ്ഞ് പൊട്ടിപ്പുറപ്പെട്ടു വരുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്ന പറന്നു നടക്കുന്ന ഒരു ശലഭവും തേൻ നുകരുന്ന ഒരു ശലഭവുമാ. ഇനി ഇല തിന്ന് ഇഴഞ്ഞു നടക്കുന്നതല്ലത്. ഇങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് ഈശോ നമ്മെ ക്ഷണിച്ചത്. ഇവിടം കൊണ്ടൊരു കൂറിയുടെ ഉള്ളിൽ ഒതുങ്ങിക്കഴിയാത്ത, ഈ ശരീരത്തിനുള്ളിൽ മാത്രം ചുങ്ങിയിരിക്കുന്ന ഒരു ജീവിതമല്ല. ഇതിനപ്പുറത്തേക്ക് പറന്നു നടക്കുന്ന, വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പുത്തൻ ജീവിതമാണ് ഈശോ തൻ്റെ ഉയർപ്പിലൂടെ, പുനരുത്ഥാനത്തിലൂടെ നമുക്ക് വിഭാവനം ചെയ്തത്. ഇതുണ്ടാകാൻ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം ഇവിടെ ഉടലെടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും അദൃശ്യമായ പ്രകൃതിയും സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടവസ്തുക്കളെ നോക്കിയിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു കോപ്പി ദൈവം ഇവിടെ കാണിച്ചു തന്നിരിക്കുകയാണെന്ന്. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മരം നോക്ക്, അതെത്രമാത്രം മുകളിലേക്ക് വളർന്നിട്ടുണ്ടോ അതുപോലൊരു വേരുപടലം മണ്ണിനടിയിൽ കിടപ്പുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ശിഖരങ്ങൾ വലുതാകും തോറും, മരം വലുതാകും തോറും വേര് വളർന്നു വലുതാകും. ഇതുപോലെ മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മെ താങ്ങി നിർത്തുന്ന ഒരു വേരുപടലം, നമുക്ക് മുൻപ് മരിച്ചുപോയ, മൺമറഞ്ഞു പോയൊരു കഴിഞ്ഞ തലമുറകളുണ്ടെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. ഈ കഴിഞ്ഞ തലമുറയെക്കുറിച്ചൊരു അവബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിനോട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഫരിസയരും സദുക്കായരും ഒക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അവൻ മരിച്ചു, ആ സ്ത്രീ അടുത്ത പുരുഷനെ കെട്ടി, ഇങ്ങനെ 7 പേരെ ഈ സ്ത്രീ കെട്ടി. മരിച്ചതിന് ശേഷം ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? ഈശോയെ കുരുക്കാൻ ചോദിച്ചതാ. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ഇറച്ചിക്കച്ചവടമൊന്നും അവിടെ ഇല്ല മക്കളെ. സ്വർഗത്തിൽ ഈ പറഞ്ഞ പരിപാടിയൊന്നുമില്ല. അവിടെ വിവാഹം ചെയ്യലും ചെയ്തു കൊടുക്കലും മക്കളെ ജനിപ്പിക്കലും പരിപാടിയൊന്നുമില്ല. അവിടെ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ് അവർ. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറയുക, ദൈവമായ കർത്താവ് മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്.
ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞത് 3 മരിച്ചവരുടെ പേരാ. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും 3 പേരൊന്ന് മരിച്ചുപോയവരാ. അവരുടെ പേരാണ് പറഞ്ഞത്. എന്നിട്ടാ ദൈവം പറയുന്നത് ജീവിച്ചിരിക്കുന്നവരാണ് അവര് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും മരിച്ചിട്ടില്ല. ദൈവസന്നിധിയിൽ സകലരും ജീവനോടെ ഇരിക്കുന്നവരാ. ഈ മുറിയിൽ നിന്നും അപ്പുറത്തെ മുറിയിലേക്ക് മാറി ഒരു കുപ്പായം ഊരി അതിനപ്പുറേ മുറിയിലേക്ക് കടന്നു പോകുന്ന ലാഘവത്തോടെ സംഭവിക്കുന്നതാണ് നിങ്ങൾ ഈ ഭൂമിയിൽ മരണമെന്ന് പറയുന്നത്. മനുഷ്യനവിടെ ഇല്ലാതാകുന്നില്ല. അവൻ്റെ ശരീരത്തിൽ ദൈവം ഊതിക്കയറ്റിയ ആത്മാവ് അതിന് നിത്യതയുണ്ട്. അതിന് നിത്യതയുണ്ട്. അതില്ലാതായിത്തീരില്ല. അത് ആ ഉടുപ്പം ഊരിയിട്ട് മറ്റൊന്നെടുത്തുന്നേ ഉള്ളൂ. ഈ ഭൗമികമായ വസതി അങ്ങ് മാറ്റിയിട്ട് ആത്മീയമായൊരു വസതി ധരിച്ചു അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ദൈവം വെളിപ്പെടുത്തിയ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാ. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അങ്ങനെ എല്ലാവരെയും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തലമുറയെക്കുറിച്ച് വളരെ വ്യക്തമായൊരു അവബോധം നമുക്കുണ്ടാവണം. എന്തിനാത്? മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന ചെടി നന്നായി വളരണമെങ്കിൽ, ഇലകൾ പച്ചയായി നിൽക്കണമെങ്കിൽ, അത് പുഷ്പിക്കണമെങ്കിൽ, കായ്ക്കണമെങ്കിൽ, അത് ഫലം ചൂടണമെങ്കിൽ താഴെ മണ്ണിനടിയിൽ കിടക്കുന്ന തലമുറ വേര് വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതൊരു അത്യാവശ്യ ഘടകമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. മക്കളെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 7-ാം തിരുവചനം എന്താണത്? നിങ്ങളുടെ വിമോചനം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആയുസ് ആരോഗ്യമെന്ന് പറയുന്നത്, നിങ്ങളെ അടിമകളാക്കി വച്ചിരിക്കുന്നവരുടെ മോചനത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവർക്ക് ലഭിക്കുന്ന മോചനമാണ് നിങ്ങളുടെ മോചനം. ആ വചനം കൃത്യമായിട്ട് ഓർക്കണം. നിങ്ങളെ അടിമകളാക്കി വച്ചിരിക്കുന്നവരുടെ മോചനത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവരുടെ മോചനമാണ് നിങ്ങളുടെ മോചനം എന്ന് പറഞ്ഞാൽ, പിതാക്കന്മാരിലൂടെ പൂർവീകരിലൂടെ അവരുടെ എല്ലാ കുറവുകളും ബലഹീനതകളും പോരായ്മകളും മുഖഷയിപ്പും സ്വഭാവ വൈകല്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒത്തിണങ്ങി രൂപപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അല്ല, നമ്മളാരും നൂലെ കെട്ടി ഇറങ്ങി വന്നതല്ല. പൂർവപിതാക്കന്മാരുടെ എല്ലാ സ്വഭാവ വിശേഷതകളും 2 കുടുംബ പാരമ്പര്യത്തിൻ്റെ മുഴുവനും വിശേഷതകളും സംയോജിപ്പിച്ച് മാംസരൂപം പൂണ്ടവരാണ് നമ്മളെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പോരായ്മകളും കുറവുകളുമൊക്കെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാതെ പോകുന്ന പല കാര്യങ്ങളിലും അനുഭവമായിട്ട് നമുക്കുണ്ടാകുന്നത്. ഒരുത്തൻ പൊക്കം കുറഞ്ഞു പോയത്, ഒരുത്തൻ വിരൂപനായിട്ടിരിക്കുന്നത്, ഒരുത്തൻ കാക്ക പോലിരിക്കുന്നത്, ഒരുത്തൻ ജന്മനാ തന്നെ മുടന്തനായി മാറിയത് ആരുടെ കുഴപ്പം കൊണ്ടാ? അവൻ്റെ കുഴപ്പമാണ്. ഇതാരുടെ പ്രശ്നം കൊണ്ടാണ് ഈ അവസ്ഥയുണ്ടായത്? കർത്താവ് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാ. പിതാക്കന്മാർ വഴി നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യർത്ഥമായ മൂല്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. 1 പത്രോസ് 1:18. പിതാക്കന്മാരിലൂടെ നിങ്ങളിലേക്ക് വന്നതിൽ നിന്ന് നിങ്ങൾക്കൊരു ശുദ്ധീകരണം വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകും, തീർന്നു പോകും. ഒരു മനുഷ്യൻ സമ്പന്നന്റെ ഭവനത്തിൽ ജനിച്ചു. ആ കുഞ്ഞിൻ്റെ യോഗ്യത കൊണ്ടാണോ അത്? അവൻ്റെ മാതാപിതാക്കന്മാരും അപ്പനപ്പൂപ്പന്മാരും സമ്പത്തുള്ളവരായതുകൊണ്ട് ജന്മനാ തന്നെ വലിയൊരു സമ്പന്നൻ്റെ അവസ്ഥയിലാണ് അവന് ജീവിക്കാൻ പറ്റുന്നത്. വേറൊരുത്തൻ തെരുവിൽ പിറക്കപ്പെട്ടു, അത് അവൻ്റെ കുഴപ്പമാണോ? വെറും ഭൗതിക തലത്തിൽ ഈ 2 കുഞ്ഞുങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, അത് ആ കുഞ്ഞുങ്ങളുടെ കുഴപ്പമാണോ? ദൈവം പറയുകയാണ്, ദൈവത്തിന് പക്ഷപാതമുണ്ടോ? ഒരുത്തനെ സമ്പന്നനാക്കാനും മറ്റൊരുത്തനെ ദരിദ്രനാക്കാനും ദൈവം അത് ചെയ്യില്ല. കാരണം ദൈവത്തിന് പക്ഷപാതമില്ല.
ദൈവത്തിന് മുഖം നോട്ടമില്ല. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നതാണ് സ്വർഗത്തിലെ പിതാവ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിനൊറ്റ കാരണമേ ഉള്ളൂ, തലമുറകളായിട്ടുണ്ടായി വന്നിരിക്കുന്ന പാരമ്പര്യ അവസ്ഥകൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, തലമുറകളായിട്ടുണ്ടായിരിക്കുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങൾ, തിന്മയുമായിട്ടും സാത്താനുമായിട്ടും പൂർവീകരായിട്ടുണ്ടാക്കി വച്ചിരിക്കുന്ന നിരവധി കാര്യങ്ങളുടെ ആകെ ചുരുക്കമാ പുത്തൻ തലമുറ അനുഭവിക്കുന്ന പലതിൻ്റെയും പിറകിലുള്ള കാരണം. അല്ലാതെ വ്യക്തികളുടെ പാപം മാത്രമല്ല, അതൊരു കാരണം മാത്രമേ ഉള്ളൂ. ഞാനും നിങ്ങളും വ്യക്തിപരമായി ചെയ്യുന്ന പാപത്തിൻ്റെ ദുരന്തമാണ് മുഴുവനും സഹനത്തിൻ്റെയും കാരണമെന്ന് ഒരിക്കലും ഒരുത്തൻ പറയരുത്. ബാറൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 4 മുതൽ 7 വരെയുള്ള തിരുവചനത്തിൽ ജനം പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, പിതാക്കന്മാരുടെ പാപകരമായ പ്രവൃത്തികൾ നിമിത്തം നിത്യമായ നിന്ദനത്തിന് ഞങ്ങൾ വിധേയപ്പെട്ടിരിക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ പാപകരമായ പ്രവൃത്തികൾ നിമിത്തം ഇവർ പാപം ചെയ്തില്ല, പക്ഷേ പിതാക്കന്മാരുടെ പാപപ്രവൃത്തിയുടെ പരിണിത ഫലം ഇവരനുഭവിച്ചേ പറ്റൂ. വേറെ വഴിയില്ല. ഈ അനുഭവം ഇവർക്കുണ്ടാകാതിരിക്കാൻ ഒരു പോംവഴിയാണ് ദൈവപുത്രൻ നമ്മളെ പറഞ്ഞു തരുന്നു പഠിപ്പിക്കുന്നത്. നിന്റെ അപ്പനോ അപ്പൂപ്പനോ വല്യപ്പനോ അതിൻ്റെ പിറകോട്ടുള്ളവരോ തിന്മയുമായും സാത്താനുമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന സകലവിധ ഉടമ്പടി ബന്ധങ്ങളിലൂടെ ഇന്ന് നീ അനുഭവിക്കേണ്ടി വരുന്ന സകല യാതനകളിൽ നിന്നും നിനക്കൊരു ഉത്തരമുണ്ടാകാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ മിശിഹായുടെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടണം. അതെവിടെ കിട്ടും? അത് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ പരിശുദ്ധ കുർബാന. ഈശോ മിശിഹായുടെ രക്തം അവിടെ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രാർത്ഥനയിലും അതില്ല. ആ ഈശോ മിശിഹായുടെ രക്തം ഞാനും നിങ്ങളും സ്വീകരിക്കപ്പെടുമ്പോൾ പിതാക്കന്മാരിലൂടെ കടന്നു വന്ന വ്യർത്ഥമായ മൂല്യങ്ങളിൽ നിന്നും സ്വഭാവവിശേഷതകളിൽ നമുക്കൊരു വിടുതലുണ്ടാക്കി തരുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിയൊരു ശിക്ഷാവിധിയില്ല. ഇതാണ് റോമാ 8:1 വചനം എഴുതിയേക്കുന്നത്. യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്കൊരു ശിക്ഷയില്ല. എങ്ങനെയെല്ലാം ഐക്യമുണ്ടാകണം? നമ്മൾ ആത്മാവുള്ളവരായതുകൊണ്ട് നമ്മുടെ ആത്മാവും ഈശോ മിശിഹായുടെ ആത്മാവും തമ്മിലൊരു ബന്ധമുണ്ടാകണം. അതിന് ഈശോ മിശിഹായുടെ ആത്മാവിനെ ഈശോ നമുക്ക് തന്നു. റോമാലേഖനം 8-ാം അധ്യായം 15-ാം തിരുവചനം, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, എൻ്റെ സ്വർഗത്തിലെ പിതാവിനെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്ന വിധം പുത്രൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ദൈവപുത്രൻ്റെ ആത്മാവിനെ പുത്രൻ നമുക്കെടുത്തു തന്നു. ദൈവപുത്രൻ്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവാൻ വേണ്ടി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ പുത്രനായവൻ ഇവിടെ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, തിന്നോ, എന്നെ തിന്ന് നിന്റെ ശരീരവും എൻ്റെ ശരീരവും ഒന്നാകട്ടെ, നിന്റെ രക്തവും എൻ്റെ രക്തവും ഒന്നാകട്ടെ. ഇനി നിന്റെ അപ്പൻ്റെ രക്തം മാറ്റിയിട്ട് എൻ്റെ രക്തം നിന്റെ സിരകളിൽ ഓടണം. നിന്റെ അപ്പനായിട്ട് തന്ന ഇറച്ചി മാറ്റിയിട്ട് എൻ്റെ ഇറച്ചി നിന്റെ ശരീരവുമായിട്ട് യോജിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 തിരുവചനത്തിൽ ആ സത്യം നമ്മൾ പഠിക്കുകയാണ്. വീണ്ടും ഈശോ പറയുകയാണ്, പിതാവേ, അവിടുന്ന് എനിക്ക് നൽകിയൊരു മഹത്വമുണ്ടല്ലോ, നിനക്കുണ്ടായിരിക്കുന്ന അതേ മഹത്വം നീ എനിക്ക് തന്നു. ഇതാ ഈ മഹത്വം എടുത്ത് ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് കൂടി കൊടുക്കുക. ദൈവത്തിനുണ്ടായിരിക്കുന്ന അതേ മഹത്വം പുത്രൻ വഴിയായിട്ട് നമുക്ക് തന്നു, മഹത്വം പൂർണ്ണമായിട്ട്. ഈശോ വീണ്ടും പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ, എൻ്റെ സ്വർഗത്തിലെ പിതാവിൽ നിന്നും ഞാൻ എന്തെല്ലാമൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പുത്രൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പിതാവ് സകലതും പുത്രനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെങ്കിൽ ആ പുത്രൻ അത് മുഴുവനും തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചു. മനസ്സിൽ വേറൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ അടിമകളെന്ന് വിളിക്കില്ല, സ്നേഹിതരെന്ന് വിളിക്കും. കാരണം എൻ്റെ പിതാവിൽ നിന്ന് കേട്ട സകല കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചു.
പുത്രൻ പറയുക, എനിക്കൊരമ്മയുണ്ടായിരുന്നു ഈ ഭൂമി വന്നപ്പം, പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയെ നിനക്കും തരിക അമ്മയായിട്ട്. നീ വിളിച്ചോ എൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം തിരുവചനം. വീണ്ടും ഈശോ പറഞ്ഞു, എനിക്കൊരപ്പനുണ്ട് സ്വർഗത്തിൽ, ആ അപ്പനെ നിങ്ങളും അപ്പ എന്ന് വിളിച്ചു. പുത്രൻ വഴിയായി നമുക്കുണ്ടായ നേട്ടമെന്താണെന്ന സത്യം നാം തിരിച്ചറിയണം. നമുക്കുണ്ടായ ബന്ധമെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ ഒരു ബന്ധത്തിലേക്ക് നാം കടന്നു വന്നു കഴിയുമ്പം പിന്നെ എന്താ അവസ്ഥ? ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് മാത്രമല്ല, ദൈവപുത്രൻ്റെ അതേ തലത്തിലേക്ക് ഞാനും നിങ്ങളും ഉയർത്തപ്പെടും. ഒരു വ്യത്യാസവുമില്ലാത്ത മാതിരി പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതുതന്നെ നമ്മെ നോക്കി പറയും. കാരണം പുത്രനുള്ളത് അതേപടി നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം തിരുവചനം, നാം എല്ലാവരും അവസാന നിമിഷം അവനെ പോലെ ആയിത്തീരും. ആരെ പോലെ? പുത്രനെ പോലെ. അങ്ങനെ പുത്രനെ പോലെ നമ്മളായിത്തീരേണ്ടതിന് പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ മെനഞ്ഞുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രൂപം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? പുത്രനെ പോലെ ആക്കാൻ. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 17-ാം തിരുവചനം, ഓരോ പാപവും മനുഷ്യൻ്റെ രൂപത്തെ കെടുത്തിക്കളയും, വിരൂപമാക്കും. എന്നാൽ പുത്രനായ യേശുക്രിസ്തു തൻ്റെ ആ പരിശുദ്ധാത്മാവ് വഴി നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ, കഴുകുമ്പോൾ, മെനയുമ്പോൾ നമ്മൾ പുത്രൻ്റെ രൂപത്തിലേക്ക് മാറ്റപ്പെടുമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ നവംബർ മാസം ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസം തന്നെയാണ്. പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ നവംബർ മാസം അവസാനത്തെ ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ്. ഈശോ മിശിഹ രാജാവായി നിലകൊള്ളേണ്ടി വരുമ്പോൾ നാം എല്ലാവരും ഈശോ മിശിഹായുടെ രാജ്യത്തിൽ അംഗങ്ങളായിട്ട് തീരണമെങ്കിൽ സാത്താൻ്റെ സാമ്രാജ്യത്തിൽ കിടക്കുന്നവരെ തിരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈശോ മിശിഹ ചെയ്ത അതേ പ്രവൃത്തി ഞാനും നിങ്ങളും ചെയ്യണം. ഇതാണ് ഈശോ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, 1 യോഹന്നാൻ 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, സഹോദരനെ സ്നേഹിക്കുന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, സഹോദരങ്ങളെ വെറുക്കുന്നവൻ ഇപ്പോഴും മരണത്തിലാണ്. അപ്പം ജീവനിലേക്ക് കയറാനും മറ്റുള്ളവരെ ജീവൻ്റെ വഴിയിലേക്ക് നയിക്കാനും സാധിക്കണമെങ്കിൽ നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായി മാറണം. ആരെയൊക്കെ സ്നേഹിക്കണം? ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണ് ഈശോ ചെയ്തത്? നമുക്ക് മാതൃക ഈശോയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ഉം 14-ഉം വചനം പറയാം, നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു, നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും. ഈശോ ജനിച്ചപ്പോൾ മാലാഖമാർ ആശംസിച്ചത് അവൻ സകല ജനത്തിനും വേണ്ടിയിരിക്കുന്ന രക്ഷകനെന്നാണ്. സകല ജനത്തെയും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യവർഗത്തിൻ്റെയും രക്ഷകനായിട്ട് കടന്നു വന്ന ദൈവപുത്രൻ്റെ സ്വഭാവം ഞാനും നിങ്ങൾ സ്വന്തമാക്കണം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ് യോഹന്നാൻ 17:3, ദൈവത്തെയും ദൈവമയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. തിമോത്തിക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം, എല്ലാ മനുഷ്യരും ജീവനായ ദൈവത്തെ അറിയണമെന്നും എല്ലാ മനുഷ്യരും സത്യം ഗ്രഹിക്കണമെന്നും എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും ദൈവപിതാവ് ആഗ്രഹിക്കുന്നു. അതിനായി പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു, ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ. ഒരുവൻ പോലും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനം പിതാവ് പറയുക, ഒരുവൻ പോലും നശിക്കരുത്, എല്ലാവരെയും രക്ഷിക്കാൻ സ്വർഗത്തിലെ പിതാവ് ഒരാഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അതിനുവേണ്ടി പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട്
കുറെ എണ്ണം പോയി നശിച്ചു പോകുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ ദൈവപുത്രന്റെ പ്രവൃത്തി പാഴ്പ്പണിയായി പോയെന്ന് നമ്മൾ കരുതണ്ടേ? കുറെ എണ്ണം അങ്ങ് നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവപുത്രന്റെ പണി ഇവിടെ നടന്നോ, വിജയിച്ചോ? ഒരു കൊച്ചു പോയി കിണറ്റിൽ വീണിട്ട് അബദ്ധവശാൽ കാല് തെറ്റി വഴുതി കിണറ്റിൽ വീണിട്ട് ആ കുട്ടിയെ കയറ്റാൻ ഫയർഫോഴ്സ് വന്നിട്ട് നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് കുട്ടിയുടെ കുഴപ്പമോ ഫയർഫോഴ്സിന്റെ കുഴപ്പമോ? ആരുടെ കുഴപ്പമാണ്? സർവശക്തനായ ദൈവം വിചാരിച്ചിട്ട് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം. റോമാലേഖനം 11-ാം അധ്യായത്തിന് 36-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, സകലരെയും പിതാവായ ദൈവം തൻ്റെ പുത്രൻ വഴിയായി സൃഷ്ടിച്ചു, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. സകലരെയും സൃഷ്ടിച്ചു, എല്ലാവരെയും പുത്രൻ വഴിയായി രക്ഷിക്കും. എല്ലാവരെയും പുത്രൻ ആവശ്യമുണ്ട്. എല്ലാവരെയും പുത്രൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നയിക്കും. ഇത് തിരുവചനമാണ്. എല്ലാം അവന് വേണ്ടി സൃഷ്ടിച്ചു, എല്ലാം അവനിലൂടെ സൃഷ്ടിച്ചു, എല്ലാം അവനെങ്കിലേക്ക് പോകണം, എല്ലാം അവിടുത്തേക്കുള്ളതാണ്. 4 വചനമാ തിരുവചനത്തിൽ എഴുതിയേക്കുന്നത്. ഇവിടെ എൻ്റെയും നിങ്ങളുടെയും രക്ഷപ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ കുറെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് കരുതരുത്. റോമാലേഖനം 8-ാം അധ്യായത്തിന് 30-ാം തിരുവചനം പറയുക, താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവൻ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇതിന് എനിക്കും നിങ്ങൾക്കും എന്ത് പങ്കുണ്ട്? നമ്മുടെ രക്ഷ പ്രാപിക്കുന്നത്, നമ്മുടെ രക്ഷ സ്വർഗത്തിലെ പിതാവ് തൻ്റെ പുത്രൻ വഴി പൂർത്തീകരിക്കുകയാ. അതിന് നമുക്ക് പങ്കൊന്നുമില്ല. നമ്മുടെ വിശ്വാസം കണ്ടിട്ടല്ല പിതാവ് നമ്മളെ രക്ഷിക്കുന്നത്, പുത്രന്റെ വിശ്വാസം കണ്ടിട്ടാ. ലാസർ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയത് ഈ ലാസർ വല്ലതും ചെയ്തിട്ടാണോ? അതോ ലാസറിന്റെ സഹോദരിമാർ 2 കർത്താവിനെ വിളിച്ചു വരുത്തി ഈ കല്ലറയിൽ കൊണ്ടുവന്ന് സഹോദരനെ ഉയർപ്പിക്കാൻ വേണ്ടി ദൈവത്തിനു മുമ്പിൽ മുട്ടുകുത്തിയത് കൊണ്ടാണോ? പിശാച് ബാധയേറ്റ് സിറോഫെനീഷ്യൻ വംശത്തിൽപ്പെട്ട സ്ത്രീയുടെ മകൾ വീട്ടിൽ കിടക്കുമ്പം ആ കുട്ടി രക്ഷപ്പെട്ടത് ആ കൊച്ചവിടെ നിന്ന് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണോ? അതോ ആ കുഞ്ഞിൻ്റെ അമ്മ പോയി കർത്താവിൻ്റെ അരികത്ത് മുട്ടുകുത്തിക്കൊണ്ടാണോ? കഫർനാമിലെ ശതാധിപന്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുമ്പോൾ ആ കുട്ടി, ആ ഭൃത്യൻ്റെ എന്തെങ്കിലും പ്രവൃത്തി മൂലമാണോ അവൻ്റെ രോഗം സുഖപ്പെട്ടത്? അതോ ശതാധിപൻ പോയി ദൈവത്തിനു മുമ്പിൽ മുട്ടുകുത്തിയതുകൊണ്ടാണോ? നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെ ആരുടെയും യോഗ്യതയൊന്നുമല്ല, നമ്മുടെ ആരുടെയും പ്രാർത്ഥനയൊന്നുമല്ല. ദൈവപുത്രനായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി സകലതും ചെയ്ത് പൂർത്തീകരിച്ചിട്ട് കുരിശേ കിടന്ന് പറഞ്ഞു എല്ലാം പൂർത്തിയായി എന്ന്, ഇനി ഒന്നും മിച്ചമില്ലെന്ന്. അതിൻ്റെ യോഗ്യതയാ എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത്. അതാ കരുണയുടെ ജപമാല നമ്മൾ ചൊല്ലുന്നത്. ഇത് നമ്മുടെ യോഗ്യത കൊണ്ട് കിട്ടുന്നതല്ല. ഇത് കരുണ അതല്ല, യോഗ്യതയാൽ കിട്ടുന്നതല്ല. അർഹതയില്ലാതെ ലഭ്യമാകുന്നതിനാണ് കരുണ എന്ന് പറയുന്നത്. അർഹതയില്ലാതെ ലഭ്യമാകുന്നതിന് പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്കിത് കിട്ടുക. നമ്മുടെ പണി എന്താ? പുത്രൻ തുടങ്ങിവെച്ച ഈ കരുണയുടെ സ്വഭാവം, പുത്രൻ തുടങ്ങിവെച്ച ഈ രക്ഷയുടെ അനുഭവം, 2000 കൊല്ലം മുമ്പ് കാൽവരിയിലെ കുരിശിൽ ബലിയർപ്പിച്ച യേശു തമ്പുരാൻ്റെ ആ ബലി ഇന്നും ഈ അൾത്താരയിൽ നടന്ന ഇതേ ബലി, അതേ ബലി തന്നെ ഈ അൾത്താരയിൽ നടന്നപ്പോൾ അന്ന് ജീവിച്ചിരിക്കാത്ത നമ്മൾ, ഇന്ന് 2000 കൊല്ലത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന നമ്മൾ ഈ ബലിയിലേക്ക് സകലരെയും കൊണ്ടുവരിക എന്നതാണ് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വം. വേറൊന്നല്ല. നമ്മളാരും ആരുടെയും രക്ഷകരല്ല. അങ്ങനെ ആരും കരുതരുത്. ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാ. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൻ്റെ പക്കലേക്ക്, രക്ഷകൻ്റെ പക്കലേക്ക് 4 പേര് തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് പോയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ചുമലിൽ ഓരോരുത്തരെയും എടുത്തു വെച്ച് കർത്താവിൻ്റെ അരികത്ത് ഈ പരിശുദ്ധ ബലിയിൽ കൊണ്ടുവരിക എന്നതാണ് എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വം. ഇതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ച പണി. എഫേസ്യസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം പറയുക, നാം ഓരോരുത്തരും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ.
നമ്മുടെ പണി ചെയ്യാനല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പണി ചെയ്യാനാ. ദൈവം ഏൽപ്പിക്കുന്ന പണി ചെയ്യാൻ, നമുക്ക് തോന്നുന്ന പണി ചെയ്യാനല്ല. അവിടെ നമ്മുടെ പണി അവിടെ നിർത്തിയിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതിന് കർത്താവിൻ്റെ മുമ്പിൽ പോയി ചോദിക്കണം, ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അല്ല, നമ്മൾ പദ്ധതികൾ ഒരുക്കിയിട്ട് വിജയിക്കാൻ പോയിരുന്ന് തെണ്ടരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പദ്ധതി ഒരുക്കിയിട്ട് ഈ പദ്ധതി നടപ്പാകാനും വിജയം വരിക്കാനും ദൈവത്തിരുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി, സാക്ഷാൽ പിതാവിൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി പതുക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഒരു പ്രയോജനം ഉണ്ടായില്ല. അതാണ് ഗത്സമനിൽ കർത്താവിൻ്റെ പ്രാർത്ഥന, പിതാവേ, ഈ കാസയൊന്ന് മാറ്റാവോ? പിതാവ് കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല. പുത്രൻ പറഞ്ഞതാ. അതിനേക്കാൾ വലിയ പ്രാർത്ഥനയെല്ലാം നമ്മൾ നടക്കാൻ പറ്റിയല്ലോ. പുത്രൻ പറഞ്ഞു നോക്കി, കാസയൊന്ന് മാറ്റാവോ എന്ന്. നടന്നില്ല. പക്ഷെ അടുത്ത വാചകത്തിൽ പുത്രൻ പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടപ്പാകണം. പിന്നെ അവൻ പാട്ടും പാടി ഇറങ്ങി വന്നേ. പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിയിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം പ്രവാചകൻ എഴുതി വച്ചിരിക്കുക, ഇസ്രായേൽ മക്കൾ വിശുദ്ധമായ പാത്രങ്ങളിൽ തങ്ങളുടെ ദൈവത്തിന് കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും പല്ലക്കുകളിലും രഥങ്ങളിലും കഴുതപ്പുറത്തും നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കുന്നവരെ ദൈവഭവനത്തിലേക്ക് കൊണ്ടു ചെല്ലുവിൻ. ഇതാണ് പ്രവാചകന്റെ വചനം. നിങ്ങളുടെ സഹോദരങ്ങളെ, അന്ന് പല്ലക്കും കഴുതപ്പുറത്തും ഒക്കെ പോകാമായിരുന്നെങ്കിൽ ഇന്ന് കാറുണ്ട്, സൈക്കിളുണ്ട്, ബൈക്കുണ്ട്. ഇതിനകത്ത് ആളുകളെ കയറ്റി നീ എങ്ങോട്ട് കൊണ്ടു ചെല്ലണം? ദൈവഭവനത്തിലേക്ക്, ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടു ചെല്ലണം. അവനാണ് രക്ഷകൻ. ആ ഈശോ മിശിഹായുടെ ആശീർവാദം ലഭ്യമാകുമ്പോൾ ഏതു മരിച്ചവനും ജീവനുണ്ടാകും. പക്ഷേ ഇങ്ങനെ കാറിൽ കയറാൻ പറഞ്ഞാൽ അയൽവക്കത്തെ ചേട്ടൻ കയറി വരികയില്ലെങ്കിൽ നീ കയറ്റാൻ പരിശ്രമിക്കേണ്ട, ബലം പിടിക്കണ്ട. നീ ദൈവഭവനത്തിൽ വന്ന് കർത്താവിൻ്റെ തിരുമുമ്പിൽ മുട്ടുകുത്തിയിട്ട്, കർത്താവെ, ആ മനുഷ്യനെ ഈ പരിശുദ്ധ ബലിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അവന് വേണ്ടി ദൈവ തിരുമുമ്പിൽ മുട്ടുകുത്തി അവന് വേണ്ടി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കേ. ഇത് 4 നാൾ ചെല്ലുമ്പം അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവൻ ആ വീട്ടിൽ നിന്ന് പതുക്കെ പൊങ്ങാൻ തുടങ്ങും. അടുത്ത ദിവസം അവൻ ഈ ദേവാലയത്തിൽ വരും. ഏതു മനുഷ്യനും ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനിൽ ഇടപെട്ടിട്ട് അവന് മാനസാന്തരം ഉണ്ടാകിയായിരുന്നോ? അവൻ ആരാ? ഇടപെടാൻ ആരും സമ്മതിക്കുന്നില്ലാത്തത് കൊണ്ടാ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, 38 കൊല്ലം ഒരു മനുഷ്യൻ ഇതാ കുളത്തിന്റെ കരയിൽ കിടക്കുക. കുളത്തിലെ വെള്ളമിളകുമ്പം ആരെങ്കിലും ഈ മനുഷ്യനെ എടുത്ത് കുളത്തിലേക്ക് ഇറക്കിയാൽ അവൻ്റെ രോഗം മാറും. പക്ഷെ രണ്ടാമത് ഇറക്കിയിട്ട് കാര്യമില്ല. ആദ്യം ഇറങ്ങുന്നവനിലുള്ള അശുദ്ധി മുഴുവനും ആ വെള്ളത്തിൽ കലരും. പിന്നീട് ഇറങ്ങിയിട്ട് കാര്യമില്ല. ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യമുണ്ടാവൂ. അതുകൊണ്ടാണ് ഇവിടെ രൂപത്തേൽ ആരും തുടരുതെന്ന് എഴുതി വെച്ചേക്കണേ. ഒന്ന് തൊട്ടവൻ്റെ അശുദ്ധി അങ്ങോട്ട് കയറും, പിന്നെ അടുത്ത് തൊട്ടുമ്പോൾ അത് തിരിച്ചും കിട്ടും. ആദ്യം ഇറങ്ങുന്നവൻ അവൻ്റെ അശുദ്ധി മുഴുവനും വെള്ളത്തിലേക്ക് വരും, അവൻ സൗഖ്യപ്പെടും. പക്ഷേ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക്, ആരും എന്നെ കുളത്തിലേക്ക് ഇറക്കിയില്ല. കൊല്ലം 38 ഒരുത്തനും ഇറക്കിയില്ല. അവൻ്റെ ഭാര്യ വന്നില്ല, മക്കൾ വന്നില്ല, മരുമക്കൾ വന്നില്ല, കുടുംബശ്രീക്കാർ വന്നില്ല, പാർട്ടിക്കാർ വന്നില്ല, ഒരെണ്ണവും വന്നില്ല. ഇവനെ കുളത്തിലേക്കൊന്ന് ഇറക്കാൻ ഒരുത്തനും കനിവ് തോന്നിയില്ല. അതുകൊണ്ട് അവൻ രക്ഷപ്പെടുകയായിരുന്ന. പക്ഷേ 38 കൊല്ലം കഴിഞ്ഞപ്പം ദൈവപുത്രൻ ആ വഴിയെ ചെന്നു.
ആരും അവനെ സഹായിക്കാനില്ലെങ്കിലും 27-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വചനം പറയുക, നിന്നെ ജനിപ്പിച്ച അപ്പനും പ്രസവിച്ച അമ്മയും നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ഞാൻ വിടുകയില്ല. കാരണം എനിക്ക് നീ പ്രിയപ്പെട്ടതാ, എനിക്ക് നീ വിലപ്പെട്ടതാ. 2000 നോട്ട് ചെളിയിൽ വീണെന്നോർത്ത് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുവൊന്നുമില്ല. ചെളി പറ്റിയെന്നല്ലേ ഉള്ളൂ, കഴുകിയാൽ നന്നാവും. ദൈവപുത്രൻ തന്റെ തിരിച്ചോര കൊണ്ട് കഴുകിയിട്ട് ശുദ്ധമാക്കപ്പെടാത്ത ഒരു പാപവും എനിക്കോ നിങ്ങൾക്കോ ചെയ്യാൻ പറ്റില്ല. ദൈവപുത്രൻ തന്റെ ചോര മുഴുവൻ ഒഴുക്കിയത് പാപക്കറകൾ കഴുകിക്കളയാനാ. അതാരുടെയാ? സകലരുടെയും. ഒരുവൻ പോലും നഷ്ടപ്പെടാതെ എല്ലാവൻ്റെയും പാപക്കറ കഴുകിക്കളയാൻ. പിന്നെ ഞാനും നിങ്ങളും മാനസാന്തരപ്പെടേണ്ട എന്തിനാ? ഈ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ. താൽക്കാലികമായി സൂര്യൻ ഉദിക്കുമ്പം ഒരു മനുഷ്യൻ നേരെ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുക രാവിലെ. അപ്പോൾ എന്ത് സംഭവിക്കും? അവൻ്റെ മുമ്പിൽ നിഴലുണ്ടാവും. ഈ നിഴലിനെ മറികടക്കാൻ വേണ്ടി അവൻ ഓടാൻ തുടങ്ങിയാലോ? നിഴല് മുമ്പേ ഓടുള്ളൂ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരുത്തൻ പറയുകയാണ്, മോനെ നീ മുമ്പോട്ട് ഓടാതെ നീ ഒരു പണി ചെയ്യ്, നിഴല് നിൻ്റെ പിറകിൽ പോകാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്താൽ മതി. സൂര്യൻ കിഴക്കുതിച്ച് നിൽക്കുമല്ലേ, നീ നേരെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്ക്. അപ്പോൾ സൂര്യൻ്റെ നിഴല് വഴി ആ പ്രകാശം നിൻ്റെ മുൻപിൽ തട്ടി നിഴല് പിറകെ പൊക്കോളും. അവൻ പറയും, ഇല്ല ഞാൻ അനങ്ങിയല്ല, ഞാൻ മാനസാന്തരപ്പെടുകയല്ല, നിൻ്റെ വാക്കിന് ഞാൻ പുല്ല് വില പോലും കൊടുക്കുകയല്ല. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് പറ്റും? നിഴൽ അവൻ്റെ മുമ്പിൽ നിൽക്കും. എത്ര നേരം നിൽക്കും? എത്ര നേരം നിൽക്കും? പരമാവധി നിന്നാൽ എത്ര സമയം ഉണ്ടാവും? പകൽ 12 മണിയാകുമ്പോഴേക്കും നിഴൽ അവൻ്റെ കാൽ ചുവട്ടിലെത്തും. പിന്നീടുള്ള ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നിഴൽ അവൻ്റെ പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വൈകിട്ട് 6 മണിയാകുമ്പോൾ നിഴൽ പിറകിൽ വരും. ഈ നിഴൽ പിറകിൽ വരാൻ ഇവൻ എന്തു ചെയ്തു? അവൻ്റെ ഭാഗത്ത് എന്ത് പ്രവൃത്തി ചെയ്തു? ഇതാണ് ഞാനും നിങ്ങളും രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. പക്ഷേ ഒരു പകലിൻ്റെ വെയിൽ മുഴുവനും ഇവൻ നിന്ന് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാ ദൈവപുത്രൻ പറഞ്ഞത്, മോനെ ഇപ്പോൾ തന്നെ നീ കിഴക്കോട്ട് തിരിയാൻ. ഇപ്പോൾ തന്നെ നീ കിഴക്കോട്ട് തിരിഞ്ഞാൽ നീ ഇപ്പം തന്നെ പ്രകാശത്തിലാകും. മർത്തയും മറിയവും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എപ്പോഴ്? അന്ത്യദിനത്തിൽ നിന്റെ മാലാഖമാരുമായിട്ട് കാഹളമൂതി നീ കടന്നു വരുന്നൊരു സമയമാകുമ്പം ഞങ്ങളുടെ സഹോദരൻ ഉയർക്കും. അപ്പൊ ഈശോ പറഞ്ഞെന്താ? അന്ന് ഈ നിന്റെ സഹോദരനായ ലാസറിനെ ഉയർപ്പിക്കാൻ വരുന്നവൻ ഞാനാ. ആ ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് മർത്തയും മറിയവും നീ പുനരുത്ഥാനവും ജീവനുമാണെന്ന് ഇപ്പോൾ ഏറ്റു പറഞ്ഞതുകൊണ്ട് സഹോദരൻ ഇപ്പോൾ ഉയർത്തു. ഇനി വരാനിരിക്കുന്ന ലോകത്തല്ല. രക്ഷയ്ക്ക് ഇപ്പോഴും ഒരു വഴിയാ. കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം, ഇതാണ് രക്ഷയുടെ ദിവസം, ഇതാണ് സ്വീകാര്യമായ സമയം. മാനസാന്തരപ്പെട്ട് ഈശോയിലേക്ക് തിരിയാൻ ഏറ്റവും പര്യാപ്തമായ സമയമായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സമയം. മരിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് വലിയ പാടാ. പിന്നെ ഒരു പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിനക്ക് നാവില്ലല്ലോ. ഇവിടെ വന്ന് നാക്ക് നീട്ടിയാൽ നിന്നെ അച്ഛൻ കാണുകയില്ല. നിനക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൻ്റെ അടുത്തോളം വരും, പക്ഷേ നീ കാണും അച്ഛനെ, പക്ഷേ അച്ഛന് നിന്നെ കാണാൻ പറ്റിയല്ല. അതുകൊണ്ട് നിനക്ക് കിട്ടിയല്ല. ആഗ്രഹമുണ്ട്, വചനമൊക്കെ നീ വന്നിരുന്ന് കേൾക്കും, പക്ഷെ രക്ഷപ്പെടാനൊരു വഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വന്തമായി ഈശോ മിശിഹായുടെ അടുക്കിലേക്ക് പോകാൻ ഒരുത്തനും പറ്റില്ല. ഒരുത്തനും. അങ്ങനെയുള്ള ഒരാത്മാവിനെ നാം എടുത്ത് ഈശോയുടെ കൈകളിൽ സമർപ്പിച്ചാൽ കാരുണ്യവാനായ കർത്താവ് ഈ ആത്മാവിൻ്റെ കറകൾ നീക്കി അതിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയാൽ എന്തു പറ്റും? ഈ മനുഷ്യൻ വഴി ഇന്ന് നീ അനുഭവിക്കേണ്ടി വരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് ഉത്തരവുണ്ടാവും. ഇതാണ് കാര്യം. വിവിധങ്ങളായ പ്രശ്നങ്ങൾക്കൊരു ഉത്തരവുണ്ടാകും ഇങ്ങനെ ചെയ്താൽ. അതുകൊണ്ട് നമ്മൾ ഓർക്കണം,
പൂർവീകരായിട്ട് സംഭവിച്ച പല സംഭവവികാസങ്ങളും അതേപടി ഇന്ന് നിന്റെ കുടുംബത്തിൽ വന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ, അപ്പൻ ആത്മഹത്യ ചെയ്തു, വല്യപ്പൻ ആത്മഹത്യ ചെയ്തു, അപ്പൂപ്പൻ ആത്മഹത്യ ചെയ്തു. അപ്പൂപ്പന് കൊളസ്ട്രോള്, വല്യപ്പന് കൊളസ്ട്രോള്, അപ്പന് കൊളസ്ട്രോള്, നിനക്ക് കൊളസ്ട്രോള്. വല്യപ്പൂപ്പൻ പെര പണിതിട്ട് പൂർത്തീകരിച്ചിട്ടില്ല, അപ്പൂപ്പൻ പെര പണിത് പൂർത്തീകരിച്ചിട്ടില്ല, അപ്പൻ പെര പണിത് പൂർത്തീകരിച്ചിട്ടില്ല, നിനക്കും പെര പണിതിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പൂർവീകരി തുടങ്ങി തലമുറകളായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ വണ്ടി അപകടത്തിൽ മരിച്ചു, വല്യപ്പൻ വണ്ടി അപകടത്തിൽ മരിച്ചു, അപ്പൻ വലിയ അപകടത്തിൽ മരിച്ചു, നീയും ഇതാ വണ്ടി പല അപകടത്തിൽ വന്നിരിക്കുന്നു. ഒരേ കാര്യങ്ങൾ തലമുറകളിലൂടെ കടന്നു വരുമ്പം ഇനിയെങ്കിലും ബോധപൂർവം ഒന്ന് ചിന്തിക്ക്. കഴിഞ്ഞ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിന്നിലുണ്ടെന്ന്. അത് ചെയ്യാതെ പോയാൽ നിന്റെ ജീവിതവും ഇതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് പോകും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്ത കാണുമ്പം അതിൻ്റെ പിറകോട്ടുള്ള അവരുടെ പൂർവ്വചരിത്രം കൂടെ സൗകര്യം പോലെ ഒന്ന് പഠിക്കുക. ഇപ്പം മനസ്സിലാവും പലതും. ഇതുണ്ടാവാതിരിക്കാനാണ് ഈശോ പറഞ്ഞത്. എത്ര വലിയ വൻ വൃക്ഷമാണെങ്കിലും അത് ഉണക്കാൻ ഒരു വിഷമവും ഇല്ല. ഒരു കുപ്പി മണ്ണെണ്ണ എടുക്കുക, ആ വൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്ന് മണ്ണ് മാന്തി ഒരു വേരിങ്ങെടുക്ക് പറിച്ചെടുക്കുക, ആ വേര് ഈ വൃക്ഷത്തെ നിന്ന് വിടിയിക്കാതെ മണ്ണെണ്ണക്കുപ്പിക്കകത്തേക്ക് ഇടുക. 4 ദിവസം കഴിയുമ്പോഴേക്കും വൃക്ഷം ഉണങ്ങി തുടങ്ങും. ഒറ്റ വേര് മണ്ണെണ്ണ വലിച്ചെടുക്കാൻ തുടങ്ങിയാൽ മതി. പൂർവീകരിൽ ഒരെണ്ണം പിശാചിൻ്റെ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാൽ നിൽക്കണമെങ്കിൽ അവിടുന്ന് പിശാചിൻ്റെ ശക്തി ഈ വേര് വഴി ഒഴുകി മറ്റു വേരുകളിലേക്കും മുകളിൽ നിൽക്കുന്ന വൃക്ഷത്തിലേക്കും വരുമ്പോൾ ഏറ്റവും അവസാനത്തെ കണ്ണിയായി നിൽക്കുന്ന തളിരല വടി പോലെ നിന്നത് വളയങ്കാൽ കുട പോലെ വളയാൻ തുടങ്ങും. അവിടെ മുതൽ ഉണങ്ങാൻ തുടങ്ങും. കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചില്ലകൾ, ഇലകൾ പൊഴിയും, പൂക്കൾ പൊഴിയും, കായ്കൾ വാടി താഴെ വീഴും. അവസാനം മരം തന്നെ ഉണങ്ങിത്തീരും. ഒറ്റ വേരെ മണ്ണെണ്ണ വലിച്ചെടുത്തിട്ടുള്ളൂ. പൂർവീകർ നന്നാവാതെ വലിയ ചടങ്ങാ. അതുകൊണ്ട് ഈശോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മക്കളെ, മത്തായി 5:43 വചനം, നിന്റെ കുടുംബത്തിലെ അംഗമാണ് മക്കളെ നിന്റെ ശത്രുക്കൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനും കേക്ക് പൊതിഞ്ഞുകൊണ്ട് കൊടുക്കണ കാര്യമല്ലത്. എന്താണ് സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ? 1 യോഹന്നാൻ 4:8-16 തിരുവചനം, സ്നേഹം ദൈവമാ. നീ നിന്റെ പൂർവീകർക്ക്, നിന്നെ ദ്രോഹിക്കുന്നവർക്ക്, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് ദൈവത്തെ കൊടുക്കാൻ. അങ്ങനെ ദൈവത്തെ അവർക്ക് കിട്ടുമ്പോൾ എന്തു പറ്റും? നീ ദൈവ പൈതലായി മാറും. അവനാവും നല്ല തിരുവചനത്തിലെ വാക്ക്. നീ ദൈവ പൈതലായി മാറും. 4 പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ദൈവത്തിനു മുമ്പിൽ മുട്ടുകുത്തുന്ന ആ നാൾ മുതൽ കുടുംബം ജീവൻ വെക്കാൻ തുടങ്ങും. 1, നിന്നെ ജനിപ്പിച്ച നിന്റെ അപ്പനും അമ്മയും. 2, നിനക്ക് ആത്മീയമായി പോഷണം നൽകുന്ന ദൈവ ശുശ്രൂഷകർ. 3, നിന്നെ അക്ഷരം പഠിപ്പിച്ച മുതൽ ഇന്നോളം പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപകർ. 4, ഭൗതിക വഴിയിൽ നിന്നെ സഹായിച്ചിട്ടുള്ള നിരവധി സുഹൃത്തുക്കൾ. ഈ 4 പിതാക്കന്മാർക്ക് വേണ്ടി എന്ന് ദൈവത്തിനു മുമ്പിൽ മുട്ടുകുത്താൻ മനസ്സുവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുവോ അന്ന് കുടുംബത്തിലേക്ക് ജീവന്റെ വഴി തുറക്കും. അല്ലാതെ സ്വന്തം ചൊറി നീങ്ങാൻ വേണ്ടി പ്രാർത്ഥന തുടങ്ങിയാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയായിരുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:3-4 വചനം പഠിപ്പിക്കുക. നീ പ്രാർത്ഥിച്ചിട്ടും നിനക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം കാര്യം, സ്വാർത്ഥപരമായ കാര്യം ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ടാണെന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റക്കാര്യം ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടു പോകുന്ന നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ ഈശോയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനുള്ള പണി എന്നാന്ന് ആലോചിക്കുക. ഓരോ പരിശുദ്ധ ബലിക്കും പ്രഭാതത്തിൽ വന്ന് ആ പരിശുദ്ധ ബലിയിലേക്ക് നമ്മുടെ മുഴുവൻ ബന്ധങ്ങളും, എന്നോട് ബന്ധപ്പെട്ടു പോകുന്നവരും ഞാൻ ബന്ധപ്പെട്ടു പോകുന്നവരുമായ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരെയും ഓരോ പരിശുദ്ധ ബലിയിലും സമർപ്പിച്ച് പരിശുദ്ധ ബലിക്ക് മുമ്പ് അവർക്ക് വേണ്ടി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചാൽ ഈ ആത്മാവിന് വിടുതൽ കിട്ടും. അത് നിനക്കൊരു വിമോചനത്തിൻ്റെ സദ്വാർത്തയാവും. അല്ലാതെ ഇപ്പോഴത്തെ പല അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ ഒരു കാര്യവും നടക്കില്ല.
ഒരു കാര്യവും. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളായിട്ട് ഗണിക്കപ്പെടുന്ന സഹോദരങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുവാൻ നമുക്ക് ചെയ്യാവുന്ന പണി അവരെ ഈശോയുമായി ബന്ധിപ്പിക്കുക. നമ്മൾ രക്ഷകനായി പോകാതെ രക്ഷകനോട് അവനെ ബന്ധിപ്പിക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമുക്ക് ശത്രുക്കളായി നിൽക്കുന്നത് പൈശാചിക ശക്തികളാണ്. പൈശാചിക ശക്തികളോട് നമ്മൾ എങ്ങനെ ഇടപെടും? എന്താണ് പിശാച്? ഒറ്റ ചുരുക്കത്തിലൊരു വാക്കോർക്കുക. ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ ഈ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട 3-1 ദൂതന്മാർ, അതാണ് പൈശാചിക ശക്തികൾ. തൽക്കാലം അത്രയും ഗ്രഹിക്കുക. ഈ പൈശാചിക ശക്തികൾ എന്താണ് മനുഷ്യരിൽ ചെയ്യുന്നത്? 4 കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് യോഹന്നൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-12 തിരുവചനം പഠിപ്പിക്കുക. മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ചിതറിക്കുക. ഈ 4 കാര്യങ്ങളാണ് ചെയ്യുന്നത്. മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ചിതറിക്കുക. ജോബിൻ്റെ വീട്ടിലേക്ക് മാത്രം പിശാച് കയറിയത് മാത്രം ഒന്ന് ഓർക്കുക. ജോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ വായിക്കും പറയാം. ജോബിൻ്റെ വീട്ടിലേക്ക് പിശാച് തൽക്കാലം ഒന്ന് ചെന്ന് കയറി. എന്തു പറ്റി? ജോബിൻ്റെ ഒട്ടകങ്ങളും ആടുമാടുകളും സകലതും അപഹരിക്കപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടു. ജോബിൻ്റെ മക്കൾ 8 പിശാച് കൊന്നുകളഞ്ഞു. ജോബിൻ്റെ ശരീരം അടിമുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബിൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, നീ വല്ല തൂങ്ങിച്ചാക്, ഞാൻ എൻ്റെ വഴിക്ക് പോവുക. അവൾ ഇറങ്ങിപ്പോയി. ഇതാണ് ആ വീട്ടിൽ പിശാച് കയറിയപ്പോൾ സംഭവിച്ചത്. ഈ 4 കാര്യം സംഭവിച്ചില്ലേ? മോഷ്ടിച്ചു, മുഴുവൻ മോഷ്ടിക്കപ്പെട്ടു. മക്കൾ മുഴുവൻ നശിച്ചു. ഭാര്യ ബന്ധം വേർപെട്ടു പോയി. ഇതാണ് പിശാച് വരുമ്പോൾ ചെയ്യുന്നത്. ദൈവം നിനക്ക് നൽകിയത് മുഴുവനും സാത്താൻ അപഹരിക്കും. അപ്പം നീ പരമദരിദ്രനും തെണ്ടിയുമാകും. എന്നിട്ട് ദൈവത്തോട് പരാതി പറയുക, കർത്താവേ നീ ഒന്നും തന്നില്ല. ആരാ ദൈവം തരാഞ്ഞിട്ട? കൂടെ ഒരുത്തൻ വസിക്കുന്നുണ്ട്, അവൻ സകലതും അപഹരിച്ചുകൊണ്ട് പോയി. ദൈവം അൾത്താരയുടെ മുമ്പിൽ വെച്ച് പരസ്പരം കൈകോർത്ത് പിടിപ്പിച്ച് കർത്താവ് ആശീർവദിച്ചിട്ട് വിട്ടതാണ് വിവാഹബന്ധം. പക്ഷെ പിശാച് ആ വീട്ടിൽ കയറി ഒന്ന് വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി 2 ധ്രുവത്തിലേക്ക് പോയി. ഒരുത്തൻ അന്റാർട്ടിക്കയിലും മറ്റേ ആർട്ടിക് റീജിയണിലും പോയി താമസിക്കുക. എന്തുകൊണ്ടാണ് പറ്റിയത്? പിശാച് വീട്ടിൽ കയറി. അവൻ ചിതറിക്കാൻ വന്നതാ, ഒന്നിപ്പിക്കാൻ വന്നതല്ല. ദൈവം കരയെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് ഭൂഗോളത്തിൻ്റെ മാപ്പ് നോക്കിയാൽ ഈ ഭൂതലം സമുദ്രം ഇടയ്ക്കോടെ കയറി ഇറങ്ങി പോയേക്കുക. ഇത് ഛിന്ന ഭിന്നമായി. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഭൂമി ഭൂഖണ്ഡങ്ങളായിട്ട് പിരിഞ്ഞ ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഒന്നിച്ചിരുന്നതാ, പല ഖണ്ഡങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഇതാണ് പിശാചിൻ്റെ പ്രവൃത്തി. ഈ പൈശാചിക ശക്തികളുടെ പ്രവൃത്തിയെ മക്കളാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കണം. അപ്പം മനസ്സിലാവും. ഞാൻ മാമോദീസ മുങ്ങിയതാണ്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്നിൽ കുത്തപ്പെട്ടിട്ടുണ്ട്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോണയാളാണ്, പ്രാർത്ഥിക്കുന്നയാളാണ്, അതുകൊണ്ട് പിശാച് എൻ്റെ ജീവിതത്തിൽ തൊട്ട് തേക്കിയല്ല എന്നൊക്കെയാണ് പലരുടെയും ചിന്ത. പക്ഷേ പരിശുദ്ധാത്മാവ് മുദ്ര കുത്തിയത് നിൻ്റെ പച്ചയിറച്ചിയിലല്ല, നിൻ്റെ മനസ്സിലല്ല, നിൻ്റെ ആത്മാവിലാണ്. ആത്മാവിൽ പരിശുദ്ധാത്മാവ് മുദ്ര കുത്തപ്പെട്ടതുകൊണ്ട് മാമോദീസ മുങ്ങിയ ഒറ്റ ഒരുത്തിൻ്റെയും ആത്മാവിൽ പിശാച് കയറില്ല. പക്ഷേ അവൻ്റെ ശരീരവും മനസ്സുമോ അവിടെ പിശാച് കയറും, നശിപ്പിച്ച് തകിടം മറിക്കും. റോമാലേഖനം 7-ാം അധ്യായം 15-ാം തിരുവചനം, ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നത്. കൃത്യം അതിനെഴുതി വച്ചിരിക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളും തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ശരീരത്തിൽ കുടിയേറിയിരിക്കുന്ന ദുഷ്ടനല്ലേ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഈ തിരുവചനം ഒന്ന് വായിച്ചു നോക്കിക്കൂ. രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 23-ാം വചനം, അവരുടെ പ്രവാചകന്മാരുടെ നാവിൽ ഞാൻ നുണയുടെ ആത്മാവിനെ നിക്ഷേപിക്കും. പ്രവാചകൻ പ്രവചിക്കും, മുഴുവൻ തെറ്റിപ്പോവും. നുണയുടെ ആത്മാവ് കയറിയിരിക്കുന്നു പ്രവാചകൻ്റെ അധരത്തിൽ. പള്ളിയിൽ പൊതുയോഗം കൂടും, ഒരുത്തൻ പറയുന്നു മറ്റവൻ സ്വീകരിക്കുകയല്ല. എന്തുകൊണ്ട്? യെശയ്യായുടെ പുസ്തകം 19-ാം അധ്യായം 14-ാം തിരുവചനം പറയുക, ആശയക്കുഴപ്പത്തിൻ്റെ ആത്മാവിനെ ഞാൻ അവരിൽ നിക്ഷേപിക്കും,
അവർ പരസ്പരം ഭിന്നിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 37-38 തിരുവചനം പറയുകയാണ്, സ്ത്രീകളുടെ ഇഷ്ടതോഴനായ പിശാച് കാണുന്ന ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. അപ്പൻ പറഞ്ഞാൽ കേൾക്കുകയില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കുകയില്ല, ആങ്ങളെ പറഞ്ഞാൽ കേൾക്കുകയില്ല. എന്തുകൊണ്ട്? കൂടെ വരുന്നവൻ അതിനേക്കാൾ ശക്തനായ പിശാച, ഇഷ്ടതോഴൻ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം, അവളിൽ കുടിയേറിയിരിക്കുന്ന വ്യഭിചാര ദുർഭൂതം അവളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവളെ കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല. പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പോകുകയില്ല. ആരും പറഞ്ഞാലും കേൾക്കുകയില്ല. കാരണം കൂടെ കൂടിയിരിക്കുന്ന വ്യഭിചാര ദുർഭൂതമാണ്. യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായം 20-ാം തിരുവചനം, റോമാലേഖനം 11-ാം അധ്യായം 8-ാം തിരുവചനം, നിദ്രാലസമായ ആത്മാവ് അവനിൽ കുടിയേറിയിരിക്കുന്നു. എന്നാ പറ്റും? സുവിശേഷ ഗ്രന്ഥം അച്ഛൻ മുക്കിപ്പിടിച്ചുകൊണ്ട് വരും, സമാധാനം നിങ്ങളോടുകൂടെ. അപ്പം തന്നെ ഉറക്കം തുടങ്ങും. കൊന്ത കയ്യിലേക്ക് എടുക്കുമ്പോഴേ ഉറങ്ങും. കൊന്നക്കവുക്ക് കാറ്റത്താടുന്ന പോലെ 3 മണിക്കൂർ വായും പൊളിച്ച് ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരുറക്കവും ഇല്ല. കൊന്ത കയ്യിലെടുത്താൽ ഉറങ്ങും. എന്നതാ കൂടെ? നിദ്രാലസമായ ആത്മാവ്. ഇത് തിരിച്ചറിയാനുള്ള ബോധം വേണ്ടേ? ഓരോരോ സൈസ് ദുരാത്മാവ് നമ്മളിൽ കയറിക്കൂടുമ്പോൾ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറും. അത് മനുഷ്യനെ രോഗത്തിലേക്ക് കൊണ്ടുപോകും. ശരീരത്തിൻ്റെ ആരോഗ്യം മുഴുവൻ കളയും. മനസ്സിൻ്റെ സമതല തെറ്റും. പിശാച് ബാധിച്ച മനുഷ്യൻ്റെ സ്വഭാവം മർക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനമെടുത്ത് വായിച്ചു നോക്ക്. 5 അടയാളങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ അലറി വിളിക്കും. ചില കൊച്ചുങ്ങൾ പള്ളി വന്നാൽ കാണുന്നില്ലേ, പഞ്ചായത്തിലെ സൈറൻ തോറ്റുപോകും. അലറി വിളിക്കും. അത് കല്ലുകൊണ്ട് സ്വയം മുറിപ്പെടുത്തും. കണ്ടില്ലേ, ഞരമ്പ് മുറിക്കുന്ന പിള്ളേര്, തൂങ്ങിച്ചാകുന്ന പിള്ളേര്. കഴിഞ്ഞ ദിവസങ്ങളിലെ 10 വയസ്സായ കൊച്ചു തൂങ്ങിച്ചത്തത്. അത് തൂങ്ങിച്ചാകും. പിശാച് വരുന്ന കൊല്ലാനാ. കല്ലുകൊണ്ട് സ്വയം മുറിപ്പെടുത്തും. അലറി വിളിക്കും. ആരും പറഞ്ഞാൽ അനുസരിക്കല. അപ്പം പറഞ്ഞാൽ അനുസരിക്കല, അമ്മ പറഞ്ഞാൽ അനുസരിക്കല, ആങ്ങളെ പറഞ്ഞാൽ അനുസരിക്കല, പെങ്ങൾ പറഞ്ഞാൽ അനുസരിക്കല, അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കല, മെത്രാൻ പറഞ്ഞാൽ അനുസരിക്കല, മാർപ്പാപ്പ പറഞ്ഞാൽ ധിക്കരിക്കും. അനുസരണം എന്ന് പറഞ്ഞ സാധനം തൊട്ട് തേച്ചിട്ടില്ല. അമിതമായ ശക്തി കാണിക്കും. ഇത്തിരി ഇല്ലാത്ത 5 വയസ്സായ കൊച്ചിനെ അപ്പനും അമ്മയും കൂടെ പിടിച്ചാൽ നിൽക്കല. അമിതമായ ശക്തി. കുളിച്ച് വൃത്തിയായി നടക്കുകയല്ല, തുണി ഉടുക്കുകയല്ല, നടക്കും. ഇന്ന് ഉടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തിനാ ഉടുത്തേക്കണമെന്ന് അതിനും അറിയത്തില്ല. ഈ അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? കൂടെ പിശാച് വസിക്കുകയാണ്. ഈ പിശാചിനെ പുറത്താക്കണം. അതിനാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. സഹോദരങ്ങൾക്കുണ്ടായ ഭിന്നത തീർക്കാൻ സഹോദരങ്ങളെ മുഴുവൻ പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചൊല്ലി അവരെ കുർബാനയെ സമർപ്പിക്കാൻ ഞാൻ പറഞ്ഞു. അതിനാ ഉത്തരം. പൈശാചിക ശക്തികളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? 7 കുരിശിൻ്റെ അടയാളം വരച്ച് 7 വാക്കുകൾ പറഞ്ഞവയെ ഒഴിവാക്കണം. 1, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ. കുരിശിൻ്റെ അടയാളത്താലാണ് തിന്മ പോകുന്നത്. പിന്നെ എന്തൊക്കെ ചെയ്യണം? അവയെ ബന്ധിക്കണം. 1 പത്രോസ് 2:4, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ബന്ധിച്ചു. ബന്ധിക്കണം. അവയെ ബഹിഷ്കരിക്കണം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വചനം, മൂകനും ബധിരനുമായ ആത്മാവെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ഈ കുട്ടിയിൽ നിന്ന് പുറത്തു പോവുക. കണ്ടോ, ബഹിഷ്കരിച്ചു ഈശോ. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾ വരാൻ തുടങ്ങും. അതാണ് ഈശോ പറഞ്ഞത് മത്തായി 12:28. ബഹിഷ്കരിക്കണം. 3, അവയെ ശാസിക്കണം. ഈശോ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ അടുത്ത് ചെന്നു. ഡോളോയോ പാരസെറ്റമോളോ ആയിട്ടല്ല ചെന്നത്. കലസലായ പനി ബാധിച്ച് കിടക്കുമ്പോൾ ഈശോ പനിയെ ശാസിച്ചു. പനി വിട്ടുപോയി. കാറ്റിനെയും തിരകളെയും കർത്താവ് ശാസിച്ചു. അപ്പോൾ കാറ്റും തിരകളും ശാന്തമായി. ലൂക്കാ 8:24. ശാസിക്കണം. അവയെ നിർവീര്യമാക്കണം. അവയുടെ ശക്തി കെടുത്തിക്കളയണം. പിശാച് ബാധിച്ച മനുഷ്യനിൽ നിന്ന് പിശാചിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇറക്കി വിട്ടാൽ അവനും കൂടെ വീണുപോകും, ചത്തുപോകും. അവയെ നിർവീര്യമാക്കിയിട്ട് ഇറക്കി വിടാവൂ. പാമ്പ് അതിനെ 10 ചുറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാമ്പിൻ്റെ വാലയെ പിടിച്ച് ഒറ്റ വലി കൊടുത്താൽ ആ നിൽക്കുന്ന മനുഷ്യരും കൂടെ പോകും. അങ്ങനെ ചെയ്യരുത്. അതിനെ മുഴുവൻ അൺറോൾ ചെയ്യണം. 10 ചുറ്റും കെട്ടടിച്ചിട്ട് വേണം പാമ്പിൻ്റെ വാലയെ പിടിച്ച് ദൂരെ കളയാൻ. അപ്പം നീ പ്രാർത്ഥിക്കുമ്പോൾ അതൊന്ന് വട്ടം കറങ്ങും. എങ്ങോട്ടാണോ ചുറ്റിയത് അതിന് നേരെ തിരിച്ച് കറങ്ങും. മുഴുവൻ കറക്കവും കറങ്ങി കഴിയുമ്പം താഴേക്ക് വീഴും, പാമ്പ് പോകും.
അവയെ നിർവീര്യമാക്കണം, കെട്ടുകളായി കെട്ടണം. കർത്താവ് അപ്പസ്തോലർക്ക് അധികാരം കൊടുത്ത് അവയെ കെട്ടാനും അഴിക്കാനും കെട്ടുകളായി കെട്ടണം. ദുഷ്ടരെ മുഴുവൻ കെട്ടുകളായി കെട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുക. അതാണ് തിരുവചനം. കെട്ടുകളായി കെട്ടണം. അവയെ നിരായുധരാക്കണം. ഈശോ സകല തിന്മകളെയും കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്ത് നിരായുധരാക്കി എന്നാണ് തിരുവചനത്തിലെ വാക്ക്. കൊളോസ്യർ 2:15. അവയെ നിരായുധരാക്കണം, അവയെ നിർവീര്യമാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് അവയെ നിത്യ അഗ്നിയിലേക്ക് എറിയണം. അതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വാക്കുകളാണ്. തിന്മയുടെ ശക്തികളെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു, നിരായുധരാക്കുന്നു, നിത്യാഗ്നിയിലേക്ക് എറിയുന്നു. ഇതെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഏതൊക്കെയാ? തിരുവചനത്തിൽ ദൈവമായ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളുണ്ട്. അതെനിക്കിന്ന് ലഭ്യമായി നിൽക്കാത്ത അവസ്ഥയാണുള്ളതെങ്കിൽ ആ വാഗ്ദാനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഈ തിന്മയുടെ അരൂപികളെയാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ എഫെസസ് ലേഖനം 4-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം, വിശുദ്ധരെ പൂർണ്ണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവ് തൻ്റെ വരങ്ങൾ എല്ലാവർക്കും നൽകി. അപ്പം നമുക്കത് പലതുമില്ല. ഭാഷാവരവില്ല, പ്രവചനവരവില്ല, വ്യാഖ്യാനവരവില്ല, ആത്മാക്കളെ വിവേചിക്കാൻ വരവില്ല, അത്ഭുത പ്രവർത്തന വരവില്ല, രോഗശാന്തി വരവില്ല. ഒരു വരവും ഇല്ല, അതിനുള്ള വിവരവും ഇല്ല. അപ്പോൾ ഈ വരം കിട്ടാൻ എന്ത് ചെയ്യണം? വിശുദ്ധരെ പൂർണ്ണനാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തതിനും വേണ്ടി പിതാവായ ദൈവമേ, അങ്ങയുടെ ആത്മാവിലൂടെ എനിക്ക് നൽകപ്പെട്ട വരങ്ങളെയെല്ലാം എനിക്ക് ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ദുരാത്മാക്കളെയും ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു, നിരായുധരാക്കുന്നു, നിത്യാഗ്നിയിലേക്ക് എറിയുന്നു. ഇങ്ങനെ ഓരോന്നും കൃപയും സത്യവും യേശുക്രിസ്തു വഴിയുണ്ടായി അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:16-17. ഈ കൃപ എനിക്ക് ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ ഓരോന്നും പേര് പറഞ്ഞ് കൃത്യമായിട്ട് നമ്മളിതുപോലെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ജീവൻ ഒഴുകാൻ തുടങ്ങും. ഈശോ മൂകനും ബധിരനുമായ ആത്മാവെ ഈ കുട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ ആ ദുരാത്മാവ് കുട്ടിയെ തള്ളി വീഴ്ത്തിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. അതിന് ശ്രവണശേഷി കിട്ടി. 18 വർഷം ഒരാത്മാവ് ബാധിച്ച് കൂടി നടന്ന ഒരു സ്ത്രീയിൽ നിന്നും ആ ദുരാത്മാവിനെ ഈശോ ഇറക്കി വിട്ടപ്പോൾ ആ സ്ത്രീ നിവർന്നു. അല്ലാതെ തിരുമ്പുശാലയെ കൊണ്ടുപോയി അരകല്ലും വെള്ളം വെച്ച് ഉരുട്ടി നിരത്തുമല്ല ചെയ്തത്. കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണം. കാര്യങ്ങൾ എളുപ്പമുണ്ടാവും. അപ്പം തിന്മയുടെ ദുരാത്മാക്കളെ, തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നില്ലെങ്കിൽ ജീവിതം നേരെ ചൊവ്വനെ പോവല്ല. രണ്ടാമത്തെ, തിന്മയുടെ ശക്തികളെ ഒഴിവാക്കേണ്ടത് അങ്ങനെയാണ്. അങ്ങനെയേ ഇവിടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാവും. മക്കളിലും ഭർത്താവിലും ഭാര്യയിലുമൊക്കെ ഇങ്ങനെ തിന്മ കൂടുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലി ഇതുപോലെ ചെയ്യാൻ ജീവിതത്തിൽ ബോധമുള്ളവർ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമ്മളെ അടിമപ്പെടുത്തുന്ന പ്രശ്നം നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന പാപപ്രവൃത്തികളാണ്. വ്യക്തിഗതമായ ഓരോരുത്തരുടെയും പാപപ്രവൃത്തികൾ ദൈവം വിലക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവം ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ പാപത്തിൽ പെട്ടുപോകും. അങ്ങനെ നമ്മുടെ വ്യക്തിഗതമായ പാപപ്രവൃത്തികൾ മൂലം നമ്മളിൽ തെറ്റായ ശീലങ്ങൾ വളർന്നിട്ടുണ്ട്. ഈ തെറ്റായ ശീലങ്ങളിൽ നിന്ന് വിടുതൽ നേടാനും വിമോചിക്കപ്പെടാനും തിരുസഭ നമുക്ക് നിഷ്കർഷിച്ചു തന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രായശ്ചിത്ത പ്രവൃത്തികളാണ്. നമ്മൾ തന്നെ രൂപപ്പെടുത്തിയതാണ് ഈ ശീലം. ഒരാളൊരു വസ്ത്രം തയ്ക്കാൻ പറഞ്ഞാൽ തയ്യലറിയാവുന്നവർ വേഗം തയ്ക്കും, കാരണം അത് ശീലമായതാ. കള്ളു കുടിക്കാൻ പറഞ്ഞാൽ കള്ളുകുടിനെന്ന് ഒരു കുഴപ്പവും കൂടാതെ പെട്ടെന്ന് കുടിക്കും, കാരണം അവനത് ശീലമാണ്. ഇപ്പം ശീലിച്ചതാണ് നാളുകളായിട്ട് പല തിന്മയുടെ അവസ്ഥകളും. ആ ശീലം മാറാനുള്ള പരിപാടി എന്താ? വിപരീതമായ കൃപയുടെ പ്രവൃത്തികൾ ചെയ്യുക.
അതാണ് സഭ മൂലപാപങ്ങൾ പറഞ്ഞു നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവയ്ക്കെതിരായ 7 പുണ്യങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പുണ്യപ്രവർത്തികൾ ചെയ്തൊരു ശീലമാകണം. ഈ ഭവനത്തിൻ്റെ മുകളിലേക്കൊരു തെങ്ങ് വളഞ്ഞു വന്ന് എപ്പോൾ വേണേലും ചാടാൻ കണക്കിന് അതിൻ്റെ ഓലയും തേങ്ങയും മെച്ചിങ്ങയും എല്ലാം ഈ പുരപ്പുറത്തേക്ക്, ഈ ഭവനത്തിലേക്ക് വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തെങ്ങ് വെട്ടിക്കളയാൻ എളുപ്പമാണ്, അത്രയൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ തെങ്ങ് ഒരു കമ്പിയിട്ട് വലിച്ച് മറുവശത്തേക്ക് വലിച്ചു കെട്ടണം. ഓരോ ദിവസവും മുറുക്കിക്കൊണ്ടിരിക്കണം ആ കെട്ട്. അപ്പോൾ ഇത് സാവധാനം വളഞ്ഞു വരും. അങ്ങനെ ഈ കെട്ടിടത്തിൻ്റെ പുറത്തുനിന്ന് ഈ ഭവനത്തിൻ്റെ പുറത്തേക്ക് അതിൻ്റെ തലയ്ക്കം മാറും. വൈകുന്നേരം വാവിളിച്ച് കിടന്നുറങ്ങുമ്പം പല്ല് ഉന്തി മുകളിലേക്ക് വരും. അപ്പോൾ ദന്തിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവനൊരു കമ്പി വേലിയിടും. ഓരോ ആഴ്ച ചെല്ലുമ്പോൾ കുറേശ്ശെ മുറുക്കി കൊടുക്കും. അപ്പോൾ ഇത് പല്ല് പതുക്കെ സാവധാനം ഉള്ളിലേക്ക് വായ്ക്കകത്ത് ഒതുങ്ങും, ഇല്ലേ പുറത്ത് നിൽക്കും, യക്ഷിയുടെ പല്ല് പോലെ. അപ്പം ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? വിപരീതമായ കൃപയുടെ പ്രവൃത്തി ചെയ്യണം. എഫേസസ് ലേഖനം 4-ാം അധ്യായത്തിൽ 27 മുതലുള്ള വചനത്തിൽ അപ്പസ്തോലൻ 2 ഉദാഹരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മോഷ്ടിക്കുന്ന സ്വഭാവമാണ് നിനക്കുള്ളതെങ്കിൽ നീ തന്നെ കൊച്ചുനാളിലെ മുതലേ കൂട്ടുകാരുടെ പെൻസിൽ മുതൽ മോഷ്ടിച്ചു തുടങ്ങിയതും അയൽവക്കംകാരൻ്റെ വീട്ടിലെ ഇലിമ്പിക്ക മുതൽ മോഷ്ടിച്ചു തുടങ്ങിയതുമാണെങ്കിൽ അത് നിർത്താനുള്ള പണി എന്ത് ചെയ്യണം? സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി മറ്റുള്ളവർക്ക് സൗജന്യമായി ദാനമായി കൊടുത്തൊരു ശീലമുണ്ടാക്കണം. ഇതാ ചെയ്യണ്ടേ. അല്ലാതെ പള്ളി വന്നത് കുമ്പസാരം കഴിഞ്ഞിട്ട് അങ്ങ് പോയെന്നോർത്തൊന്നും ആരും നന്നാകുമൊന്നുമില്ല. കാരണം ഇത് ശീലിച്ചതേ ശീലമാകൂ. അന്തിയോടടുത്ത സമയത്ത് ഷാപ്പിലേക്ക് പോകുന്ന മനുഷ്യൻ അതേ സമയത്ത് പള്ളിയിൽ പോയൊരു കൊന്ത ചൊല്ലിയിട്ട് പോകണം. അവൻ്റെ ജീവിതത്തിലൊരു പ്രവൃത്തിയിലൊരു വ്യത്യാസം ഉണ്ടാകണം. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവൻ ചുങ്കം പണി നിർത്തിയിട്ട് കർത്താവിൻ്റെ കൂടെ പോയി. മീൻ പിടിച്ചുകൊണ്ടിരുന്നവൻ മീൻപിടുത്തം നിർത്തിയിട്ട് കർത്താവിൻ്റെ കൂടെ പോയി. പാടത്തൊഴുതുകൊണ്ടിരുന്ന ഏലീഷ പാടമൊഴുകൾ നിർത്തിയിട്ട് ഏലിയായുടെ കൂടെ പോയി. പണികളിലൊരു വ്യത്യാസം ഉണ്ടാക്കണം. അല്ലാതെ പണികളൊന്നും മാറ്റുന്നില്ല, ഞാൻ പഴയതുപോലെ തന്നെ ജീവിക്കും, നീ ഒരു പാപത്തിൽ നിന്ന് മോചനം കിട്ടൂല, ഒരു പാപത്തിൽ നിന്നും. കാരണം അത് ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടു. തിന്മ ചെയ്ത് ഇതൊരു ശീലമാക്കി മാറ്റിയപ്പോൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക, തെറ്റായ മൂല്യങ്ങളിൽ നമുക്കൊരു വിടുതൽ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വ്യക്തിഗതമായ ജീവിതത്തിൽ പാപകരമായ പ്രവൃത്തികൾ ചെയ്യുകയില്ല എന്നുള്ള ആ തീരുമാനം ഇന്ന് ഇവിടെ വെച്ച് ഇല്ലാതാക്കണം. അങ്ങനെ കുറേ നാൾ നമ്മൾ ചെയ്തതല്ലേ. ഓരോ കുമ്പസാരത്തിന് മുമ്പ് ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, മനസ്താപ പ്രകടനം. ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ കൂടി ഞാൻ സന്നദ്ധനാണെന്ന് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി ഏറ്റു പറയുക. കർത്താവ് കാരുണ്യവാനായതുകൊണ്ട് നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഇല്ല തീർന്നു പോയേനെ. അതുകൊണ്ട് ഇത് കൂട്ട് പണി ഇനി ഒരിക്കലും ചെയ്യരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 25-ാം തിരുവചനം പറയുകയാണ്, നിന്റെ ജീവനെ രക്ഷിക്കുവാൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ നിന്റെ ജീവനെ നീ നശിപ്പിച്ചു കളയും. വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തവൻ വണ്ടിയെടുത്ത് ഓടിച്ചാൽ അതെവിടെങ്കിലും ചെന്ന് കയറും, എത്ര പുത്തൻ വണ്ടിയാണേലും. അറിയത്തില്ലാത്ത പണിക്ക് പോകരുത്. നിന്റെ നാവിനെ നിയന്ത്രിക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ലെന്ന് തിരുവചനം എഴുതി വച്ചിരിക്കുക. ഏത് കരിമ്പുലിയെ പോലും മനുഷ്യൻ ഇണക്കിയിട്ടുണ്ട്, സ്വന്തം നാവിനെ ഇണക്കാൻ ഒരു മനുഷ്യനും സാധ്യവുമല്ല എന്ന് തിരുവചനം എഴുതി. അപ്പം നമ്മൾ പറയുക, നാവിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയില്ല. നിനക്ക് പറ്റിയല്ലാത്ത കാര്യം നീ എന്തിനാ ആലോചിക്കുന്നത്? ഞാൻ നടന്ന് അമേരിക്കയിൽ പോകും തീരുമാനമെടുത്താൽ പോകുമോ? നാളെ പറന്ന് ചന്ദ്രനിൽ പോകും തീരുമാനമെടുത്താൽ പോകുമോ? പറ്റിയല്ലാത്ത കാര്യം എന്തിനാ എടുക്കുന്നത്? ഒരൊറ്റ പാപത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ നിന്നെക്കൊണ്ട് ശക്തമല്ല, സാധ്യമല്ല. യോഹന്നാൻ 15:5 ഈശോ എഴുതി, എന്നെ കൂടാതെ നിനക്കത് സാധ്യമല്ലെന്ന്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചു 141-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ, കർത്താവേ എൻ്റെ അധരകവാടത്തിന് നീ ഒരു കടിഞ്ഞാണിടണമേ, എൻ്റെ അധരത്തിന് നീ ഒരു കാവലേർപ്പെടുത്തണമേ. പണി തമ്പുരാനെ ഏൽപ്പിച്ചു. ഡ്രൈവിംഗ് അറിയത്തില്ലാത്ത ഭാര്യ അറിയാവുന്ന കെട്ടിയോൻ ഓടിക്കുന്ന ബൈക്കിൻ്റെ പുറകിൽ കയറി കെട്ടിപ്പിടിച്ചിരുന്നാൽ പോരെ? ഇതിനപ്പുറത്തേക്ക് എന്തിനാ ചിന്തിക്കണേ? അയാൾ ഓടിച്ചോളും, കുഴി വീഴിക്കാതെയും വളവ് നോക്കിയും.
അറിയത്തില്ലാത്ത പണിക്ക് പോകരുത്. നമ്മുടെ പണിയല്ല പാപം ഒഴിവാക്കൽ. ഇവിടെ നമ്മുടെ പണി എന്നാ? ദൈവം ഏൽപ്പിച്ച പണി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പാപം തീരും. 3 മണിക്കൂർ എല്ലാ ദിവസവും വൈകുന്നേരം കുത്തിയിരുന്ന് TV കാണുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേൽക്കുമ്പം അതിലൊരു 3 മുഴുവൻ കൊന്ന് ഒരു ദിവസം ചെയ്യുമെന്ന് തീരുമാനമെടുത്ത് ചെല്ലാൻ തുടങ്ങുക. നിനക്കൊരു TV കാണാൻ നേരം കിട്ടിയല്ല. കൃപയുടെ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പാപം വീട്ടിൽ നിന്ന് പടിയിറങ്ങും, ജീവിതത്തിൽ നിന്ന് മാറിപ്പോവും. ഇതേ വഴിയുള്ളൂ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കമതാ. ഈശോ മിശിഹാ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി ഈശോ പാപപരിഹാര ബലിയായി പിതാവിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം സമർപ്പിച്ചു. സകലർക്കും വേണ്ടിയാ ഈശോ വിശ്വാസത്തിൻ്റെ നാഥനായി നിൽക്കുന്നത്. സകലർക്കും വേണ്ടിയാ അവൻ പാപപരിഹാരം ചെയ്തത്. അതുകൊണ്ട് ഓരോ ദിവസവും കരുണക്കൊന്ത ചെല്ലുമ്പോൾ നമ്മൾ ചൊല്ലും, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും. ഒരുത്തിനും നശിക്കരുത്. അവനും ഇവനും അപ്പുറത്തവനും ഒക്കെ നരകത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഒറ്റ ഇടിയങ്ങ് വെട്ടണം. എന്നിട്ട് എന്ത് സംഭവിക്കണം? ഞാനും ആലപ്പുഴയുള്ള മുതലാളിയും മതി, ബാക്കി എല്ലാവരും മരിച്ചോട്ടെ, പിന്നെ തെങ്ങേ കയറുന്നവനും. ഇത് കൂട്ട് സ്വഭാവമല്ല. സകലരും രക്ഷപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആ ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് സകല മനുഷ്യർക്ക് നന്മ ചെയ്യാനാണ് ഗലാത്യ 6:10 വചനം. വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിലായവർക്ക് പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും എല്ലാവരും സത്യമറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവചിന്തയോട് ചേർന്ന് നിൽക്കണം. 99 നീതിമാന്മാരുണ്ടെങ്കിലും ഒരെണ്ണം പുറത്തുപോയ നഷ്ടപ്പെട്ട ആടിനു വേണ്ടി 99നെയും സൂക്ഷിച്ചു വെച്ചിട്ട് ഒന്നിനു വേണ്ടി അന്വേഷിച്ചു പോകുന്ന പുത്രൻ്റെ ഭാവമുണ്ടാവണം. സ്വത്തെല്ലാം നശിപ്പിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിന്റെ ഇളയ സഹോദരൻ മൃതനായിരുന്നു, അവൻ ഈ ബന്ധു ഉപേക്ഷിച്ച് പോയവന്. തിരിച്ചു വന്നപ്പം മക്കളെ സന്തോഷിക്കുകയല്ലേ വേണ്ടേ എന്ന് പറഞ്ഞപ്പം മൂത്തവൻ വീട്ടിൽ പോലും കയറിയില്ല. ആ സ്വഭാവം കൊള്ളില്ല. എല്ലാവരും രക്ഷപ്പെടണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഒരുത്തൻ പോലും നശിക്കരുതെന്ന ദൈവപുത്രൻ്റെ ആഗ്രഹം. അതാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ അഭിലാഷം. അതുകൊണ്ട് സകലരെയും ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് നാം വിശ്വാസം ഏറ്റുപറ. നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളോട് ബന്ധപ്പെടുന്ന സകലർക്കും എല്ലാ തിന്മയുടെ ശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തിഗതമായ പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് വിടുതൽ കിട്ടേണ്ടതിന് നമ്മൾ ഓരോ ദിവസവും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യും. ഈശോ അതാണ് നമ്മളെ കാണിച്ചു തന്നത്. 40 ദിവസം ഈശോ ഭക്ഷണവും പാനീയവുമില്ലാതെ ഉപവസിച്ചത് എന്തിനാ? ശരീരത്തിൻ്റെ പ്രവണതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിന് 3 പ്രവണതകളേ ഉള്ളൂ. 1 ഉറങ്ങുക, 2 ഭക്ഷണം കഴിക്കുക, 3 സെക്സിൻ്റെ പുറകെ പോവുക. ഇത് ശരീരത്തിൽ പച്ചയിറച്ചിയുള്ള എല്ലാവരുടെയും സ്വഭാവമാണ്. ഇതിൽ നിന്നൊരു മോചനം നേടണം. റോമാലേഖനം 8-ാം അധ്യായം 14-ാം തിരുവചനം അപ്പോസ്തലൻ പറയുക, ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. ഇപ്പം ശരീരത്തിൻ്റെ പ്രവണതകളെ എങ്ങനെയാണ് കൊല്ലേണ്ടത്? പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു വരുത്തി പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശരീരത്തിൻ്റെ പ്രവണതകളെ കൊല്ലാൻ തുടങ്ങുമ്പോൾ നിനക്ക് ജീവനിൽ വളരാൻ തുടങ്ങും. ഇത് ശരീരത്തിൻ്റെ പ്രവണതകളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. കണ്ണ് തുറന്നാൽ കാണുന്നതും ചെവി തുറന്നാൽ കേൾക്കുന്നതും പുസ്തകം വായിച്ചാൽ ഗ്രഹിക്കുന്നതും മുഴുവനും തിന്മയുടെ അവസ്ഥകളാണ്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മൾ ശക്തി നേടണം. എങ്ങനെ? അതിനാണ് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു വരുത്തി ഈ സ്വഭാവത്തിൽ നിന്ന് മാറണം. തീറ്റയോടുള്ള കൊതി നിൽക്കാനാ സഭ 2-3 ദിവസം 1 വർഷം ഉപവസിക്കാൻ പറഞ്ഞേക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച നീ ഉപവസിക്കണം, വിഭൂതി ദിനം നീ ഉപവസിക്കണം. ശരീരത്തിന് ഈ തിന്നാനുള്ള കൊതി കുറച്ച് നിർത്താൻ വല്ലപ്പോഴൊക്കെ ഉപവസിക്കുന്നത് നല്ലതാ. ഞാൻ മരിച്ചുപോയാൽ തിരുശേഷിപ്പിനി ആർക്കും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പരമാവധി ഒരു 200 കിലോ ആകാനാ ചിലരുടെ ആഗ്രഹം. തിരുശേഷിപ്പ് കുറഞ്ഞു പോകരുതല്ലോ. അപ്പം ശരീരത്തിൻ്റെ പ്രവണതകളിൽ ഇത് മാറണം. 33 വയസ്സുവർഷം ഈ ഭൂമിയിൽ ജീവിച്ച ദൈവപുത്രൻ കല്യാണം കഴിക്കാതെ ജീവിച്ചത് എന്തിനാ? ശരീരത്തിന് ഈ പ്രവണതകളിൽ നിന്ന് വിടുതൽ കിട്ടാനാ, നമുക്ക് മാതൃകയാവാനാ.
അപ്പോൾ തിരുസഭ നമ്മളെ പഠിപ്പിക്കാൻ വിവാഹം കഴിച്ചവരോട് പോലും പറയുകയാണ്, തിരുസഭ നിഷ്കർഷിക്കുന്ന നോമ്പും ഉപവാസവുമുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്ക് അവർക്ക് അവകാശപ്പെട്ടതും അനുഭവിക്കാവുന്നതുമായ പല കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് നല്ലതാണ് സഭ പഠിപ്പിക്കുക. അപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത്? ഈ പ്രവണതകളിൽ നിന്നൊരു വിടുതൽ കിട്ടണം, ഈ സ്വഭാവം മാറണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഉറക്കം, ഈശോ രാത്രിയുടെ യാമങ്ങൾ മുഴുവനും ഇന്ന് നമ്മൾ ഓർക്കുക, ഇന്നൊരു സായാഹ്ന പ്രാർത്ഥന വെച്ചേക്കുക, വീട്ടിൽ കിടന്നുറങ്ങാം. ഉറങ്ങാനുള്ള ആ പ്രവണത മാറ്റാനാ ഇങ്ങനെയുള്ള നൈറ്റ് വിജിലുകൾ വെക്കുന്നത്. ആ സ്വഭാവം മാറാൻ സഭ മനുഷ്യനെ വളർത്താനാണ് പരിശ്രമിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശിരസായി, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ മനുഷ്യരെ മുഴുവനും ക്രിസ്തുവിലാകുന്ന ശിരസിലേക്ക് കൂട്ടിയോജിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അപ്പോഴേ നമ്മൾ വളരൂ. അതുകൊണ്ട് നമ്മൾ 4 ബന്ധങ്ങളെ ഞാൻ സൂചിപ്പിച്ചു. ജനിപ്പിച്ച അപ്പനും അമ്മയോടുള്ള ബന്ധം, ആത്മീയ പാലകരായ ശുശ്രൂഷകരോടുള്ള ബന്ധം, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോടുള്ള ബന്ധം, നമ്മളെ സഹായിക്കുന്ന നിരവധി സുഹൃത്തുക്കളോടുള്ള ബന്ധം. ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ നീ ഇരിക്കുന്ന കമ്പാണ് വെട്ടിക്കളയുന്നത്. ഇരിക്കുന്ന കമ്പ്, കസേലിരുന്നിട്ട് കാല് മുറിച്ച് കളഞ്ഞാൽ എന്ത് പറ്റും? അതുപോലെ ആയിരിക്കും ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ. അതുകൊണ്ട് ആ ബന്ധം പരിശുദ്ധാത്മാവ് നിറയാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവപിതാവ് ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും രക്ഷയിലേക്കും ജീവനിലേക്കുമൊക്കെ കടന്നു വരുവാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വേരുറച്ച് വളരട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളെല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന സ്നേഹനദിയായ ഈശോയെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരെയും അവിടുത്തെ തിരുസാന്നിധ്യത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും വ്യക്തിപരമായി സ്നേഹിക്കുകയും ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ ഏകപുത്രനെ ഒരു ബലിവസ്തുവായി ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് പുത്രൻ്റെ ബലിസമർപ്പണത്തിലൂടെ സകല മനുഷ്യർക്കും രക്ഷ വാഗ്ദാനം ചെയ്ത പിതാവേ, അവിടുത്തെ നവ്യമായ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ എല്ലാ മക്കളും ആസ്വദിക്കേണ്ടതിന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു പോകുന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരെയും ഈ നിമിഷം ഈ ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന ഈശോ മിശിഹായുടെ പരിശുദ്ധമായ ബലിയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രൻ്റെ പരിശുദ്ധമായ രക്തം പിതാക്കന്മാരിലൂടെ കടന്നു വന്ന വ്യർത്ഥമായ മൂല്യങ്ങളിൽ നിന്നും എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിന് നൽകി അങ്ങയുടെ മക്കളും സ്വർഗത്തിൻ്റെ അവകാശപാത്രങ്ങളുമായി സകലരെ രൂപപ്പെടുത്തുകയും ചെയ്യണമെന്ന് അവിടുന്ന് അഭിലഷിച്ചതിനെ ഓർത്ത്, ആ പ്രവൃത്തി അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവനായ പിതാവേ, ഞങ്ങളെ ആത്മീയമായി ഞങ്ങളെ വളർത്തുന്ന എല്ലാ ആത്മീയ പാലകരെയും ശുശ്രൂഷകരെയും, ശാരീരികമായി ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കാൻ അവസരമൊരുക്കിയ മാതാപിതാക്കളെയും, ഭൗമികമായി ഞങ്ങളെ സഹായിച്ച നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെയും, അക്ഷരം മുതൽ ഇന്നോളം ഞങ്ങളെ വിദ്യ അഭ്യസിപ്പിച്ച എല്ലാ അധ്യാപകരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അവരെയും അങ്ങയുടെ സ്വന്തമായി അവിടുന്ന് കരുതുവാനും അവരിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ലവനായ പിതാവേ, എല്ലാ പൈശാചിക ശക്തികളുടെ മേലും അധികാരവും ശക്തിയും അങ്ങയുടെ അപ്പസ്തോലന്മാർക്ക് അവിടുന്ന് നൽകുകയും ആ അപ്പസ്തോലന്മാരിലൂടെ സഭയിലൂടെ ആ ദൗത്യം ഇന്ന് പൂർത്തീകരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും അന്ധകാര ശക്തികളുടെ അടിമത്തത്തിൽ ഞങ്ങളെ സ്വതന്ത്രരാക്കി മക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് തിരുമനസ്സായതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പാത പിന്തുടർന്ന് പ്രായശ്ചിത്തത്തിൻ്റെ അരൂപിയിൽ പരിഹാരത്തിൻ്റെ മനോഭാവത്തോടുകൂടെ ജീവിക്കുന്നവരായിട്ട് മാറുവാൻ അവിടുന്ന് നിരന്തരമായി ഞങ്ങളെ പരിശീലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് മുൻപ് മാതൃകയായി അവിടെ നിൽക്കുകയും, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു,
നിങ്ങളെ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് പഠിക്കുവരെന്ന് ഞങ്ങളെ പഠിപ്പിച്ച നല്ലവനായ ഈശോയെ, അങ്ങയെ മുന്നിൽ കണ്ടുകൊണ്ട് നിരന്തരം അങ്ങ് നടന്നുപോയ പാതകളിലൂടെ സഞ്ചരിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടിയും അങ്ങയുടെ സുവിശേഷത്തിനു വേണ്ടിയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും വയലുകളെയും എന്നല്ല സകലതും പരിത്യജിക്കുവാനിടയാകത്തക്ക വിധമുള്ള ശക്തി അങ്ങയെ സ്വന്തമാക്കുവാൻ, വിലപിടിപ്പുള്ള രക്തം കണ്ട വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വിലയുള്ള രക്തം വാങ്ങുന്നത് പോലെ വയലിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന നിധി കണ്ടെത്തുന്ന മനുഷ്യൻ വയൽ വാങ്ങി സകലതും വിറ്റ് വയൽ വാങ്ങുന്നത് പോലെ നിധിയായ അങ്ങയെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് ശക്തിയും ശരീരത്തിൽ ആരോഗ്യവും ആത്മാവിൽ പുതുജീവനും പ്രദാനം ചെയ്യുവാൻ ഇടവരുത്തുന്ന അവിടുത്തെ നവ്യമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവേ, ഞങ്ങളെപ്പോഴും അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരുടെയും കൂട്ടായ്മയോട് ചേർന്ന് സകല മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധാമ്മേ, എല്ലാ മാലാഖമാരുമായി വന്ന് ഞങ്ങളെ നിരന്തരമായി സഹായിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരമേതമ്പുരാന്റമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.